അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം DMO ഷിനു സാർ, DPM ഡോക്ടർ അരുൺ, IAP തിരുവനന്തപുരം പ്രസിഡന്റ് സന്തോഷ് സാർ, നമ്മുടെ ജില്ലാ RCH ഓഫീസർ ദിവ്യ മാഡം, പിന്നെ IAP കേരള ഇമ്മ്യൂണൈസേഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ ഡോക്ടർ നാരായണൻ സാർ, IAP NEBM ഡോക്ടർ റിയാസ് സാർ, അതേപോലെ ഇന്നത്തെ സ്പീക്കേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട ബെനറ്റ് സാർ, അഞ്ജു മാഡം ആൻഡ് ഡോക്ടർ സുനി, പിന്നെ നമ്മുടെ തിരുവനന്തപുരം IAP ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അഞ്ജു കൺമണി, പിന്നീട് ഈ പ്രോഗ്രാം സൂമിൽ അറ്റൻഡ് ചെയ്യുന്നതും അതേപോലെ യൂട്യൂബിലും നമുക്ക് ഏകദേശം 2500ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ സഹായിച്ച നമ്മുടെ തിരുവനന്തപുരം NHM ഓഫീസിലെ ആശ കോർഡിനേറ്റർ മിസ്റ്റർ റോയ്ക്ക് ആദ്യമായിട്ടൊരു നന്ദി പറയുന്നു. ഇത്രയും പേരെ ഒരുമിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നതാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാര്യത്തിൽ ഈ കൊറോണ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇമ്മ്യൂണൈസേഷൻ കവറേജ് കുറച്ചൊക്കെ കുറവാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി. അതിനായിട്ട് ഈ ഒന്നാം തരംഗം കൊറോണ കഴിഞ്ഞപ്പം തിരുവനന്തപുരം DMO ഓഫീസും NHM-ഉം IAP-യും കൂടെ ചേർന്ന് കവചം എന്നൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് വീണ്ടും വളരെ പെട്ടെന്ന് ഈ ഒരു രണ്ടാം തരംഗം ഉണ്ടായത്. അപ്പൊ വീണ്ടും നമുക്ക് കുറച്ച് കുത്തിവയ്പ്പുകളുടെ കാര്യത്തിൽ ഒരു കുറവ് ഉണ്ടായി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് ആ ഒരു കുത്തിവയ്പ്പ് ക്യാച്ചപ്പ് ഇമ്മ്യൂണൈസേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു തുടക്കം എന്ന നിലയിലാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം വെച്ചത്. അപ്പൊ ഈ പ്രോഗ്രാം സാധാരണ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിലും നമ്മളിപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഇത്രയും പേരെ ഇവിടെ ഈ നാരായണൻ സാറിനെയും അതേപോലെ ദിവ്യ മാഡത്തെയും നമുക്ക് DPM-നും DMO-യ്ക്കും വേറൊരു മീറ്റിംഗ് ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത്രയും പേരെ ഈ ഒരു പ്രോഗ്രാമിന് വിളിച്ചതിന്റെ കാരണം തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം അത്രത്തോളം ഉള്ളത് കൊണ്ടാണ്. അപ്പം എല്ലാവരെയും ഒന്നുകൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ IAP കേരള ഇമ്മ്യൂണൈസേഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ നാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. Good afternoon to you all. My dear Secretary of IAP Tiruvandhuram Dr. Praveen, Joint Secretary Dr. Anju Kanmani, ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്ന IAP തിരുവനന്തപുരം മുൻ പ്രസിഡന്റ് ഡോക്ടർ ബെനറ്റ് സൈലം, ഡോക്ടർ അഞ്ജു ദീപക്, ഡോക്ടർ ദിവ്യ, ഇവിടെ തിരുവനന്തപുരം ബ്രാഞ്ചിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ഡെലിഗേറ്റ്സിനോടും ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ഈ ഒരു പ്രോഗ്രാം കേരളത്തിൽ 22ഓളം IAP ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും ഈ നേരത്തെ ഡോക്ടർ പ്രവീൺ സൂചിപ്പിച്ചതുപോലെ കോവിഡ് ഒന്നാം തരംഗം കഴിഞ്ഞ് ഇമ്മ്യൂണൈസേഷന്റെ നമ്മളതിൽ കുറച്ച് പുറകോട്ട് പോയപ്പോൾ അത് ഉയർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാതൃകാപരമായ ഒരു പ്രോഗ്രാം കവചം എന്ന പ്രോഗ്രാം ആവിഷ്കരിച്ചതിന് ആദ്യമായിട്ട് IAP തിരുവനന്തപുരം ബ്രാഞ്ചിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു മാതൃക സ്വീകരിച്ച് മറ്റു ബ്രാഞ്ചുകളിലും ഇത്തരം പ്രോഗ്രാം അതിനുശേഷമാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാം വേവ് കഴിഞ്ഞപ്പോൾ പിന്നെയും നമ്മുടെ ശ്രദ്ധ കൂടുതലും കോവിഡിന്റെ നിയന്ത്രണത്തിലും അതിന്റെ ചികിത്സയിലുമായി പിന്നെയും ആ വഴിക്ക് പോകേണ്ടി വന്നു. അപ്പോഴും ഒരു കുറവ്, ഇമ്മ്യൂണൈസേഷന്റെ കാര്യത്തിൽ ഒരു കുറവ് അനുഭവപ്പെടുകയുണ്ടായി. അതിനെ മറികടക്കാനാണ് ഇങ്ങനെ ഒരു വലിയ 2000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ സംഘാടകരെ ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കുട്ടികൾക്ക് എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ആവശ്യകതയെക്കുറിച്ചും അതുവഴി എങ്ങനെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും എന്നതിനെ പറ്റി എല്ലാവർക്കും നല്ല അറിവുള്ളവരാണ്. ഇന്ന് കൂടുതൽ അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കോവിഡ് രോഗം പല കുട്ടികളെയും രണ്ടാം വേവിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും, ഏതൊക്കെ കുത്തിവയ്പ്പുകൾ എടുക്കാൻ പറ്റും, എപ്പോൾ എടുക്കാൻ പറ്റും എന്നുള്ളൊരു സംശയമായിരിക്കും പലരും ചോദിക്കുന്നത്.
തീർച്ചയായിട്ടും കോവിഡ് രോഗം ബാധിച്ച കുട്ടികൾക്ക് നമുക്ക് 1 മാസം കഴിഞ്ഞിട്ട് പതിവ് ഇഞ്ചക്ഷനുകളെല്ലാം തന്നെ കൊടുക്കാൻ പറ്റും എന്നാണ് IAPയുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട രംഗം, അതായത് നമ്മുടെ ഗവൺമെന്റ് മേഖലയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ വാക്സിനുകളും ലഭ്യമല്ല. അതായത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള എല്ലാ വാക്സിനുകളും എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമല്ല. ഉദാഹരണത്തിന് ന്യൂമോകോക്കൽ വാക്സിൻ എന്ന ഒരു ന്യൂമോണിയയും മെനിഞ്ചൈറ്റിസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള ന്യൂമോകോക്കൽ ഡിസീസ് എന്ന ന്യൂമോകോക്കൽ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം പ്രിവെന്റ് ചെയ്യാനുള്ള തടയാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് നമ്മുടെ സംസ്ഥാനത്ത് എത്തിയിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ലോകത്ത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുണ്ടാവുന്ന രോഗങ്ങളിൽ മരണസംഖ്യ ഏറ്റവും കൂടുതലുള്ള രോഗമാണ് ന്യൂമോകോക്കൽ രോഗങ്ങൾ. അപ്പൊ അതിനുള്ള ഇഞ്ചക്ഷൻ പ്രൈവറ്റ് ആശുപത്രികളിൽ ഇന്ന് ഒരു കുറച്ചുകൂടി വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അത് എടുക്കുന്നതിന് കൂടി നമ്മൾ അമ്മമാരോടും പാരന്റ്സിനോടും പറയേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് വാക്സിനുകളും ഗവൺമെന്റ് മേഖലയിൽ ഇല്ലാത്ത വാക്സിനുകൾ പ്രൈവറ്റ് ആശുപത്രികളിലും മറ്റ് ക്യാമ്പുകളിലൂടെയൊക്കെ ചെന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു സന്ദേശം കൂടി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോ ഇത്തരം ക്ലാസ്സുകളിൽ കൂടി നമുക്ക് എന്തൊക്കെയാണ് ഇമ്മ്യൂണൈസേഷൻ രംഗത്ത് അഥവാ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ രംഗത്ത് ഉള്ള പുതിയ വാക്സിനുകളും പുതിയ ശ്രമങ്ങളും നിങ്ങളിലേക്ക് പകർന്നു തരാൻ IAPക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഉദ്യമത്തിന് ഒന്നുകൂടി നിങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പഠന പരിചയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വളരെ നന്ദി സാർ. അടുത്തതായിട്ട് തിരുവനന്തപുരം ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ദിവ്യ മാഡത്തെ സംസാരിക്കാനായിട്ട് വിളിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും ഏറ്റവും മുന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ദിവ്യ മാഡത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവും അല്ലെങ്കിൽ ഒരു സഹായം കൊണ്ടുകൂടിയാണ് നമ്മുടെ ഈ കവചം പ്രോഗ്രാം നല്ല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റിയത്. അപ്പം 2 വാക്ക് സംസാരിക്കാനായിട്ട് മാഡത്തെ ക്ഷണിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. പ്രവീൺ കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാഡം, പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് ട്രിവാൻഡ്രം IAP ബ്രാഞ്ചിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. ഞാൻ RCH ഓഫീസറെ ജോയിൻ ചെയ്ത് ഒരു 1.5 വർഷമായുള്ളൂ. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ട്രിവാൻഡ്രം IAP വാസ് വെരി സപ്പോർട്ടീവ്. നമുക്ക് ആ ഒരു ഫസ്റ്റ് കോവിഡ് വേവ് വന്ന് ഇമ്മ്യൂണൈസേഷൻ ലോവസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ആയി ട്രിവാൻഡ്രം പോയപ്പോഴും IAP വാസ് ഓൾവേസ് വിത്ത് us. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് ഔട്ട്റീച്ച് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഒത്തിരി കണ്ടക്ട് ചെയ്ത് അവയർനെസ് സെഷൻസ് കണ്ടക്ട് ചെയ്യാനും എല്ലാം ചെയ്ത് ഇമ്മ്യൂണൈസേഷൻ ഒന്ന് കാച്ചപ്പ് ചെയ്ത് വന്നു ഇൻ ദ റിയൽ സെൻസ്. പക്ഷെ പിന്നെയും ഒരു സെക്കൻഡ് വേവ് വന്നു. നമ്മൾ പിന്നെയും ഇമ്മ്യൂണൈസേഷൻ ഒരു ഫോളിംഗ് ലെവലിലോട്ടാണ് റൂട്ടീൻ ഇമ്മ്യൂണൈസേഷൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഒരു എഫേർട്ട് ഫ്രം ദ പാർട്ട് ഓഫ് IAP ആൻഡ് എവറി പീഡിയാട്രീഷ്യൻ, അത് എപ്പോഴും ഇറ്റ് വാസ് എ ഗ്രേറ്റ് സപ്പോർട്ട് ടു മീ ആൻഡ് ഐ താങ്ക് എവറി വൺ ഓഫ് യു. ആൻഡ് ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഓറിയന്റേഷൻ എവറി മൺഡേ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഫീൽഡ് ലെവൽ ഒരു അവയർനെസ് സെഷൻ, പുതിയ എന്താണ്, വാട്ട് ഇസ് ദ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, വാട്ട് ആർ ദ ന്യൂ വാക്സിൻസ്, എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇതെല്ലാം ഒരു ഇമ്മ്യൂണൈസേഷൻ അവയർനെസ്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് എല്ലാവർക്കും ഇത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. And once again, I thank everyone for organizing this opportunity. And നമ്മുടെ ആശമാരെല്ലാം ഇത് നല്ലതായിട്ട് ഉൾക്കൊണ്ട് ഇതെല്ലാം ഫീൽഡിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ടു ദ ടോപ്പ് ലെവൽ എത്തിക്കണം എന്നൊരു അപേക്ഷയും കൂടിയുണ്ട്. താങ്ക് യു ഓൾ. വളരെ നന്ദി മാഡം. നമ്മുടെ IAP തിരുവനന്തപുരം പ്രസിഡന്റ് സന്തോഷ് കുമാർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് വിളിക്കുന്നു. അതിനുശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സന്തോഷ് സാർ.
സന്തോഷ് കുമാർ സാറിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ IAP നാഷണൽ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ഡോക്ടർ റിയാസ് സാർ, തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ റിയാസ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കും. ബഹുമാനപ്പെട്ട DMO, RCH ഓഫീസർ, IAPയുടെ പ്രസിഡന്റ് എന്റെ ഗുരുനാഥനുമായ സന്തോഷ് സാർ, പ്രിയപ്പെട്ട പ്രവീൺ, ഇന്നത്തെ സ്പീക്കേഴ്സ് ആയിട്ടുള്ള ബെന്നറ്റ് സാറ്, അഞ്ജു, എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. കാരണം ഇപ്പൊ ഇന്ത്യയിലൊട്ടാകെ അല്ലെങ്കിൽ ലോകത്തൊട്ടാകെ തന്നെയും ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് വലിയൊരു ഭീഷണി അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കോവിഡിന്റെ തിരക്കുകൾക്കിടയിൽ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനും അതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ജില്ലാ ആരോഗ്യ സംവിധാനവും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും കൂടി എടുത്തിരിക്കുന്ന ഈ ഒരു വലിയ സംരംഭത്തിന് അതിന് നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ കേരള ശാഖയുടെ തന്നെ ഇമ്മ്യൂണൈസേഷൻ ഇനിഷ്യേറ്റീവിന്റെ നേതൃത്വം വഹിക്കുന്ന നാരായൺ സാറിന്റെ അനുഗ്രഹാശംസകളുമുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി ട്രിവാൻഡ്രത്തിനെ സമയത്തുള്ള നമ്മുടെ പ്രവീൺ തന്നെ നേതൃത്വം നൽകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിന് എല്ലാ പിന്തുണയും എല്ലാ സപ്പോർട്ടും എല്ലാ സമയത്തും IAPയുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും. താങ്ക് യു ഡോക്ടർ റിയാസ്. നമുക്കിനി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പൊ നമ്മളിത് പ്രധാനമായിട്ട് 3 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയെ പറ്റിയും അതിന്റെ മാർഗനിർദ്ദേശങ്ങളെ പറ്റിയും ഒക്കെ ഡോക്ടർ സുനി CS സംസാരിക്കും. സുനി CS മാഡം പൂജപ്പുര ABCH ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാണ്. അതിനുശേഷം നമുക്ക് കോവിഡ് സമയത്ത് പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഈ പാർശ്വഫലങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന AEFA റിപ്പോർട്ടിങ്ങിനെ പറ്റിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തിരുവനന്തപുരം WNC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യനും സ്റ്റേറ്റ് ലെവൽ ഒരു ട്രെയിനർ കൂടിയായ ഡോക്ടർ ബെന്നറ്റ് ശൈലം സാറുണ്ട്. സാറ് സംസാരിക്കും. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്, നമുക്ക് പലപ്പോഴും ഈ ഗവൺമെന്റ് സെക്ടറിലല്ലാതെ നാരായണൻ സാർ പറഞ്ഞ പോലെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ പല വാക്സിൻസും അവൈലബിൾ ആണ്. ഈ വാക്സിൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ട വാക്സിൻസ് ആണ്. ഇത് പലപ്പോഴും നമ്മൾ നേരത്തെ പ്രൈവറ്റ് സെക്ടറിൽ മാത്രം അവൈലബിൾ ആയിരുന്ന ലഭ്യമായിരുന്ന പല വാക്സിനുകളും കാലക്രമേണ നമ്മുടെ ഗവൺമെന്റ് വാക്സിനേഷൻ ഷെഡ്യൂളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല കോമ്പിനേഷൻ വാക്സിൻസും നമ്മൾ ഗവൺമെന്റിൽ നമുക്ക് പരിചയമില്ലാത്ത പല വാക്സിൻസും പലപ്പോഴും നമ്മുടെ ഏരിയയിലുള്ള കുട്ടികൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ പെൻഡാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിൻ ഒരു കുട്ടി എടുത്തു. അപ്പൊ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റിൽ ഇപ്പോൾ ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ 1-2 വർഷത്തിനകം നമുക്ക് ലഭ്യമാകുന്ന പല വാക്സിനുകളും നമുക്കിപ്പം പൊതുവിപണിയിൽ ലഭ്യമാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇത് ആവശ്യമില്ലാത്ത വാക്സിൻ ആണെന്ന് ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള വാക്സിനുകളെ പറ്റി നമുക്ക് പറഞ്ഞു തരാനും ക്ലാസ് എടുക്കാനും വന്നിരിക്കുന്നത് തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനും IAPയുടെ സീനിയർ ലീഡറുമായ അഞ്ജു ദീപക് മാഡമാണ്. അപ്പൊ ഇങ്ങനെ 3ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പൊ ആദ്യത്തെ ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സുനി മാഡത്തെ നമ്മൾ ആദ്യം ക്ഷണിക്കുകയാണ് ക്ലാസ് എടുക്കാനായിട്ട്. സുനി മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ക്ലാസ് കേൾക്കാനായി ആയിരിക്കുന്ന എല്ലാ ആശാ വർക്കേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ്, മറ്റു ഫീൽഡ് സ്റ്റാഫ് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യമേ ഞാൻ അറിയിക്കട്ടെ. നിങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷന്റെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരെ ബോധവൽക്കരിക്കുകയും കൃത്യമായ സമയങ്ങളിൽ അവരെ വാക്സിനേഷന് കൊണ്ടുവരാൻ സാധ്യമാക്കി തീർക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ വേണ്ടത്. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് ഏവർക്കും എന്നെക്കാളും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകർ ഇൻക്ലൂഡിങ് സ്റ്റാഫ് നഴ്സ് അവരെക്കാളും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടിക. കാലാകാലങ്ങളായി പുതിയ വാക്സിൻ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് കുറച്ചുകൂടി ഉറപ്പിക്കാൻ, നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ക്ലാസ് വെച്ചിരിക്കുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും യഥാസമയം നമുക്ക് വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവായ കുഞ്ഞുങ്ങളുണ്ട്, അമ്മമാർ കോവിഡ് പോസിറ്റീവായി അങ്ങനെ
നവജാത ശിശുക്കൾക്ക് കൃത്യമായ സമയത്ത് വാക്സിൻ ലഭിക്കാതെ വന്നിട്ടുണ്ട്. അപ്പൊ അവയെല്ലാം തരണം ചെയ്യുവാൻ അവർക്കെല്ലാം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായി ദേശീയ കുത്തിവയ്പ്പ് പട്ടികയിലോട്ട് പോകാം. നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി നമ്മൾ നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ. BCG വാക്സിൻ എത്രയും നേരത്തെ ജനിച്ച് എത്രയും നേരത്തെ എടുക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ ദേശീയ കുത്തിവയ്പ്പ് പട്ടികയിൽ പറയുന്നത്. അപ്പോൾ BCG വാക്സിൻ ട്യൂബർക്കുലോസിസ് എന്നുള്ള രോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ ആണ്. മിക്കവാറും ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾക്ക് BCG വാക്സിൻ നൽകിയാണ് വിടുന്നത്. എന്നാൽ ഇപ്പോൾ കോവിഡ് പോസിറ്റീവായ അമ്മമാരിൽ BCG വാക്സിൻ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് 7 ദിവസം തൊട്ട് 15 ദിവസത്തോളം മാറ്റിയാണ് നൽകുന്നത്. അത് അവിടെ നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം മിക്കവാറും ഒരു ജില്ലയിൽ ഒരു കോവിഡ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ കൂടാതെ വേറൊരു ഹയർ സെന്ററും കൂടെ ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ജില്ലയിലുള്ള എല്ലാ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള അമ്മമാരും പ്രസവത്തിനായി വരുന്നത് ഈ 2 ഹോസ്പിറ്റലിലാണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ പാറശാല മുതൽ വർക്കലയിൽ വരെയുള്ള കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള അമ്മമാര് ഡെലിവറിക്കായിട്ട് വരുന്നത് SIT ഹോസ്പിറ്റലിലും പൂജപ്പുര ഹോസ്പിറ്റലിലുമാണ്. അപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് BCG ലഭിച്ചോ എന്ന് ഏത് ആശുപത്രിയിലാണ് പ്രസവം നടന്നത് ആ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്ക് കണ്ടെത്താൻ വിഷമമാണ്. അതിനാൽ ഡിസ്ചാർജ് ആകുന്ന സമയങ്ങളിൽ അവർക്ക് നൽകുന്ന മാർഗനിർദ്ദേശം 15 ദിവസത്തിന് ശേഷം അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ഈ വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള മദർ പ്രസവം കഴിഞ്ഞ് നിങ്ങളുടെ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കുഞ്ഞിന് BCG ലഭിച്ചോ എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ ജനന സമയത്ത് നൽകുന്ന അടുത്ത വാക്സിൻ എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് B മഞ്ഞപ്പിത്തത്തിനെതിരായിട്ടുള്ള വാക്സിൻ ആണ്. ബർത്ത് ഡോസ് എന്നാണ് നമ്മൾ ഈ വാക്സിൻ പറയുന്നത്. എന്താണ് ബർത്ത് ഡോസ്? ജനിച്ച 24 മണിക്കൂറിനകം തന്നെ ഈ വാക്സിൻ കുഞ്ഞിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ, അമ്മയിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് B രോഗാണുബാധ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് B ബർത്ത് ഡോസ് നൽകുന്നത്. കഴിയുന്നതും 24 മണിക്കൂറിനകം തന്നെ ഈ വാക്സിൻ ലഭ്യമാക്കണം. മിക്കവാറും എല്ലാ ഡെലിവറി പോയിന്റ്സിലും ജനിച്ച ഉടനെ തന്നെ ഈ വാക്സിൻ നൽകാൻ ശ്രമിക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷെഡ്യൂൾ നമ്മൾ വരുന്നത് 6 ആഴ്ചയിലാണ്. 6 ആഴ്ചയാകുമ്പോഴത്തേക്കും 45 ഡേയ്സ്, നേരത്തെ 42 ഡേയ്സ് ആണ്. സാധാരണ കോമൺ മാൻ പറയുന്നത് 45ന്റെ ഇഞ്ചക്ഷൻ എന്നാണ്. അങ്ങനെയല്ല, 6 വീക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ എടുക്കാം. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പെൻഡാവാലൻ വാക്സിൻ, IPV വാക്സിൻ, റോട്ടാ വൈറസ് വാക്സിൻ, ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. പെൻഡാവാലൻ വാക്സിനകത്ത് ഏതൊക്കെ വാക്സിനുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. നമ്മൾ മുൻകാലങ്ങളിൽ കൊടുത്തോണ്ടിരുന്നത് പോലെ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ഇതാണ് നമ്മുടെ DPT-യിലെ ഘടകങ്ങൾ. അതിനോട് നമ്മൾ 2 എണ്ണം കൂടെ ആഡ് ചെയ്തപ്പോഴാണ് അത് പെൻഡാവാലന്റ് ആയത്. ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് H ഇൻഫ്ലുവൻസ വാക്സിൻ. ഡിഫ്തീരിയയും പെർട്ടുസിസും ടെറ്റനസും ഒക്കെ ഇപ്പൊ നമുക്ക് വളരെ ഇടവിട്ട കാലങ്ങളിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ H ഇൻഫ്ലുവൻസ രോഗാണുക്കൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, ചെവിയിൽ ഇൻഫെക്ഷൻ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. H ഇൻഫ്ലുവൻസ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉള്ള ഇൻസിഡൻസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെൻഡാവാലൻ വാക്സിൻ എടുക്കേണ്ട പ്രാധാന്യവും അവരെ ബോധ്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ പോളിയോ വാക്സിൻ, ഇഞ്ചക്റ്റബിൾ പോളിയോ ആണ്, 2 ഡോസ് ഉണ്ട്. നമ്മൾ 8 വീക്സ് അപ്പാർട്ട് കൊടുക്കും. റോട്ടാ വൈറസ് ഓറൽ വാക്സിൻസ് ആണ്, അതും 8 വീക്സ് ഇന്റർവെല്ലാണ് നാം സാധാരണയായി കൊടുക്കുന്നത്. ഈ ഒരു വയറിളക്ക രോഗത്തിന് വാക്സിന്റെ ആവശ്യമുണ്ടോ, അത് തന്നെ മാറില്ല എന്ന് പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുന്നു. പക്ഷേ റോട്ടാ വൈറൽ ഡയറിയ എന്ന് പറഞ്ഞാൽ വളരെയധികം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന ഡയറിയാണ്. 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായും അത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6 മാസത്തിനകം തന്നെ നമ്മൾ കഴിയുന്നത് വാക്സിൻ കൊടുക്കാൻ ശ്രമിക്കുക. ഈ വാക്സിൻ ഡിഫോൾട്ടേഴ്സിനെ നമ്മൾ വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നവരെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മളെ അതുവരെ എല്ലാം ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആശാ വർക്കേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ് ഒക്കെ. ഇപ്പോ
4 ആഴ്ചത്തെ ഇടവേളകളിൽ നമ്മൾ പെൻഡാവാലൻ വാക്സിൻ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച എന്നുള്ള ഇടവേളകൾ നൽകുന്നു. അതോടൊപ്പം തന്നെ IPV വാക്സിനും റോട്ടാ വൈറസ് വാക്സിനും നമ്മൾ 6 മുതൽ 8 ആഴ്ചത്തെ ഇന്റർവെല്ലിലാണ് നൽകേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ 6 ആഴ്ചത്തെയും 14 ആഴ്ചത്തെയും വാക്സിനേഷന്റെ കൂടെയാണ് നൽകുന്നത്. ഇതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് രേഖപ്പെടുത്താനും അത് മോണിറ്ററിംഗ് ചാർട്ട് നമ്മുടെ അമ്മയും കുഞ്ഞും കാർഡിൽ രേഖപ്പെടുത്താനും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് MR വാക്സിൻ ആണ്, മീസിൽസ് റുബെല്ല. നേരത്തെ നമുക്ക് മീസിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നമ്മളത് മീസിൽസ് റുബെല്ലയാണ് കൊടുക്കുന്നത്. 9 മാസം തികയുമ്പോൾ 10-ാം മാസം 270 ദിവസം തികഞ്ഞിരിക്കണമെന്നാണ് നമ്മുടെ ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിൽ പറയുന്നത്. അതോടൊപ്പം വൈറ്റമിൻ എയുടെ ആദ്യത്തെ ഡോസ് നമ്മൾ കൊടുക്കാം. വൈറ്റമിൻ എയുടെ ആദ്യ ഡോസ് 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് കൊടുക്കുന്നത്. വൈറ്റമിൻ എ ഒരിക്കലും കൂടി പോകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ 1 വയസ്സാവുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഡോസസ് BCG ഹെപ്പറ്റൈറ്റിസ് ബി ജനന സമയത്ത് നമ്മൾ കൊടുത്തു. 6 വീക്സ് ആയപ്പോഴത്തേക്കും പെൻഡാവാലൻ വാക്സിൻ കൊടുത്തു, IPV കൊടുത്തു, റോട്ട കൊടുത്തു. 10 വീക്സിൽ നമ്മൾ പെൻഡ കൊടുത്തു. 14 വീക്സ് ആയപ്പോൾ IPV കൊടുത്തു, റോട്ട കൊടുത്തു, പെൻഡയും കൊടുത്തു. അപ്പൊ 9 മന്ത്സിൽ MR കൊടുത്തു, വൈറ്റമിൻ എ. അപ്പൊ 1 വയസ്സ് വരെയുള്ള നമ്മുടെ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞു. ഇനിയാണ് പ്രാധാന്യം, അല്ലെ? നിങ്ങൾ എല്ലാവരും അറിയുന്നത് പോലെ 1 വയസ്സ് വരെയുള്ള വാക്സിൻ മിക്കവാറും എല്ലാ മാതാപിതാക്കളും കൃത്യമായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് 16-ാമത്തെ മാസം മുതൽ 24-ാമത്തെ മാസം വരെയുള്ള വാക്സിൻസ് കുറച്ചുണ്ട്. MR സെക്കൻഡ് ഡോസ് ഉണ്ട്, DPT ഉണ്ട്, ഫസ്റ്റ് ബൂസ്റ്റർ. JE തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകൾ തിരുവനന്തപുരം, ആലപ്പുഴ. അപ്പം ഇത് 3ഉം ഒരുമിച്ച് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ നിർദ്ദേശപ്രകാരം നമുക്ക് നൽകി നമ്മൾ സാധാരണ ചെയ്യുന്നത് 15 മാസം കഴിയുമ്പോഴത്തേക്കും MRന്റെ സെക്കൻഡ് ഡോസ് കൊടുക്കും. 18 മന്ത്സ് ആകുമ്പോഴത്തേക്കും DPT ബൂസ്റ്റർ കൊടുക്കും. വൈറ്റമിൻ എയുടെ 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ് കൊടുക്കുന്നു. അതോടൊപ്പം നമുക്ക് JE ഉള്ള ജില്ലകളിൽ നമ്മൾ ജാപ്പനീസ് എൻകഫലൈറ്റിസിന്റെ വാക്സിനും നൽകുന്നു. ഇനിയുള്ളത് ഇനി 5 വയസ്സിലെ അടുത്ത വാക്സിൻ വരും. 5 years കംപ്ലീറ്റഡ് ആകുമ്പോൾ DPTയുടെ സെക്കൻഡ് ബൂസ്റ്റർ വരും. ഇവിടെയാണ് നമുക്ക് എപ്പോഴും കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നുവെച്ചാല് വാക്സിൻ ഡിഫോൾട്ടേഴ്സ് വരുന്നത് 1.5 വയസ്സും കൂടെ കഴിയുമ്പോഴത്തേക്കും ഡിഫോൾട്ടേഴ്സിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ എല്ലാ 6 മന്ത്സ് കൂടുമ്പോഴും കൃത്യമായിട്ട് ഇടവേളകളിൽ 2 lakhs ഇന്റർനാഷണൽ യൂണിറ്റ്സ് നമ്മൾ 5 വയസ്സ് വരെ കൊടുക്കും. 5 വയസ്സ് കഴിയുമ്പോഴത്തേക്കും 10 yearsലാണ് നമുക്ക് വരുന്നത് TD വാക്സിൻ. 10 years കഴിഞ്ഞു. പിന്നെ ഉള്ളത് 15 years കഴിയുമ്പോൾ 16th yearൽ TD അടുത്ത ഡോസ് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിലെ പ്രധാനപ്പെട്ട വാക്സിനേഷൻ. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ആരെയാണ്? അമ്മമാരെയാണ്, പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരെയാണ്. അപ്പോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന 2 ഡോസ് TD വാക്സിൻ. നമ്മുടെ പട്ടിക പ്രകാരം ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ TD ഫസ്റ്റ് ഡോസ് കൊടുക്കണമെന്ന്. പലപ്പോഴും അത് സംഭവിക്കാറില്ല. എത്രയും നേരത്തെ ടെറ്റനസ് രോഗത്തിനെതിരായിട്ട് അമ്മയെ നമ്മൾ ഇമ്മ്യൂണൈസ് ചെയ്ത് അവരുടെ ശരീരത്തിൽ ആവശ്യമായ ആന്റിബോഡീസ് ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു മിസ്കാരേജ് വന്നു കഴിഞ്ഞാലും ആ സമയത്ത് അമ്മയ്ക്ക് ടെറ്റനസ് രോഗത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കണം എന്നുള്ളതാണ് ഏറ്റവും നേരത്തെ നമ്മൾ അമ്മമാർക്ക്, പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് TD ഫസ്റ്റ് ഡോസ് കൊടുക്കുക എന്നുള്ളത് പറയും. ഒരു ഗർഭിണിയായ യുവതി അവരുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് അറിയത്തില്ല. അപ്പോ ഡെലിവറിക്ക് വരുമ്പോഴും നമുക്ക് അറിയത്തില്ല എങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ആദ്യത്തെ ഡോസ് 1 ഡോസ് എങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഇത്രയാണ് നമ്മുടെ ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിലെ പ്രധാനപ്പെട്ട വാക്സിൻസ്. നമുക്ക് BCG OPV ജനന സമയത്ത്, 6 ആഴ്ചയിൽ പെൻഡാവാലൻ, IPV റോട്ടാ വൈറസ്, 10 ആഴ്ചയിൽ പെൻഡാവാലൻ, 14 ആഴ്ച ആകുമ്പോഴത്തേക്കും റോട്ടാ പെൻഡ IPV, 9 മാസം തികയുമ്പോൾ MR ഫസ്റ്റ് ഡോസ് പ്ലസ് വൈറ്റമിൻ എ, 15 മന്ത്സ് കംപ്ലീറ്റഡ് ആകുമ്പോൾ MR സെക്കൻഡ് ഡോസ്,
18 months completed ആകുമ്പോൾ JE plus DPT booster vitamin A. പിന്നെ 5 years completed ആകുമ്പോഴത്തേക്കും DPT second booster, 10 years completed ആകുമ്പോൾ TD, 15 years completed ആകുമ്പോൾ TD. ഇത്രയാണ് നമ്മുടെ, ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. അപ്പൊ ഇതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കണക്ക് പ്രകാരം നമ്മുടെ ഡിഫോൾട്ടേഴ്സിന്റെ എണ്ണം കൂടിപ്പോയി. അപ്പോ ഇതെല്ലാം നമുക്ക് 100% എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ നന്ദി സുനി മാഡം. വളരെ നല്ല രീതിയിൽ വാക്സിനേഷൻ ഷെഡ്യൂൾ പറഞ്ഞു. സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവസാനം ദൂരീകരിക്കാം. അപ്പൊ അടുത്ത ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നറ്റ് സാറിനെ ക്ഷണിക്കാം. താങ്ക് യു പ്രവീൺ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ? ചെയ്തോ സാർ, ചെയ്തോ. ബഹുമാനപ്പെട്ട DMO, RCH ഓഫീസർ, ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഡോക്ടർ പ്രവീൺ, പ്രത്യേകിച്ചും നമ്മുടെ IAP ട്രിവാൻഡ്രം സെക്രട്ടറിയുമാണ്. പിന്നെ സ്റ്റേറ്റിൻ്റെ തന്നെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ചാപ്റ്ററിൻ്റെ ഇമ്മ്യൂണൈസേഷൻ വിങ്ങിൻ്റെ ചെയർപേഴ്സണായ ഡോക്ടർ നാരായൺ, നാഷണൽ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ഡോക്ടർ റിയാസ്, സ്നേഹം നിറഞ്ഞ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രവർത്തകരും, പ്രത്യേകിച്ചും ആശാ വർക്കേഴ്സ് ഉണ്ട്, കുറച്ച് JPHNs ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും നന്നായിട്ട് നമ്മൾ വാക്സിനേഷൻ ഷെഡ്യൂള് കേട്ടതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻസ് ഇല്ല. ഒരു ചെറിയൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ടോപ്പിക്കിലോട്ട് വരാം. ഇപ്പം നമുക്ക് വാക്സിനേഷൻ്റെ കാര്യത്തിൽ ടെറ്റനസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു. ഈ ഷെഡ്യൂളെല്ലാം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒന്നൊരു മിസ്യൂസിങ് വരുന്ന ഒരു വാക്സിനേഷനാണ് TT എന്നുള്ള വാക്സിനേഷൻ. ഏതൊരു മുറിവിനും വാക്സിനേഷൻ എടുക്കാറുണ്ട് എല്ലാവരും, പക്ഷെ അത് ആവശ്യമില്ല. എല്ലാ 10 വർഷത്തേക്ക് ഒരിക്കൽ വാക്സിനേഷൻ എടുത്താൽ മതി. അതൊരു ആഡഡ് പോയിന്റ് ആയിട്ട് എല്ലാവരും ചിന്തിക്കണം. അല്ല മേജർ ട്രാഫിക് ആക്സിഡന്റ് പോലുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുകയാണെങ്കിൽ ടെറ്റ് ഗ്ലോവ് എന്നുള്ള വേറൊരു വാക്സിനേഷൻ, അതായത് പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആണ് ചെയ്യുന്നത്. അത് സാധാരണ വാക്സിനേഷനിൽ വരുന്നതല്ല. ഓരോ മുറിവിനും TT എടുക്കുന്ന ഒരു പ്രകൃതം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ആവശ്യം ഇല്ല. അതാണ് ഒരു പോയിന്റ്. രണ്ടാമതൊരു പോയിന്റ്, നമുക്ക് പ്രഗ്നന്റ് ലേഡീസിന് നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ, പ്രഗ്നൻസി അറിഞ്ഞ ഉടനെ ഫസ്റ്റ് ഡോസ് കൊടുക്കാറുണ്ട്. സെക്കൻഡ് ഡോസ് കൂടെ പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അത് ശരിക്കും ഏത് സമയത്താണോ പ്രഗ്നൻസി അറിയുന്നത് അപ്പോൾ കൊടുക്കും. രണ്ടാമത്തെ ഡോസ് 1 മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. 2 ഉദ്ദേശമാണ്. ഒന്ന്, അമ്മയുടെ കാര്യം ഡോക്ടർ സുനി പറഞ്ഞു. രണ്ടാമതൊരു ഉദ്ദേശം കൂടെ അതിനുണ്ട്. അതാണ് ഏറ്റവും പ്രധാന ഉദ്ദേശം, നിയോനേറ്റൽ ടെറ്റനസ് എന്നുള്ള അസുഖം വരാതിരിക്കാനാണ്. അതായത് നമ്മൾ അമ്മ സാധാരണ വാക്സിനേഷനും പിന്നെ എല്ലാ 10 വർഷത്തേക്ക് വെച്ചെടുക്കുന്ന വാക്സിനേഷൻ കൊണ്ട് അമ്മ പ്രൊട്ടക്റ്റഡ് ആയാലും കുഞ്ഞിന് ഒരു എക്സ്ട്രാ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നിയോനേറ്റൽ ടെറ്റനസ് വരാതിരിക്കാനാണ് നമ്മൾ വാക്സിനേഷൻ പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുന്നത്. അതൊരു പ്രത്യേകം പോയിന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്നത്തെ ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് ഇവന്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ. ഞാൻ കുറച്ച് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ വായിക്കാനോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഫോളോ ചെയ്യണോ ആ ഉദ്ദേശത്തിലല്ല ഈ എനിക്കൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇത് വെച്ച് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1974 ഏകദേശം 1774 ഒറ്റയാണ്. ആ ഒരു കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ടൊരു വാക്സിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും അതായത് 17-ാം നൂറ്റാണ്ടില് നമ്മുടെ എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന മഹൽ വ്യക്തി ഇതിന് മീസിൽസ് അല്ല, നമ്മുടെ വേറൊരു സാധനം ഉണ്ടല്ലോ ഇപ്പം ഇറാഡിക്കേറ്റ് ചെയ്ത്, സ്മോൾ പോക്സ്, വസൂരി എന്നുള്ള രോഗത്തിനെതിരായിട്ടാണ് ആദ്യമായിട്ടൊരു വാക്സിനേഷൻ കൊണ്ടുവന്നത്. പക്ഷെ നമുക്ക് അറിയാം ഇന്നത് ലോകത്തിലില്ല. ഇതാണ് നമ്മുടെ വാക്സിനേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും പ്രചോദനമായത്. ആദ്യമായിട്ട് വാക്സിനേഷൻ തുടങ്ങിയ അസുഖം ഇന്ന് നമുക്ക് ഇല്ലാതെ ആക്കാൻ പറ്റി. ഇന്നത്തെ വളരെ അടുത്ത കാലത്തുള്ള പത്ര റിപ്പോർട്ടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചില രാജ്യങ്ങളിൽ ഇപ്പം മലേറിയ പോലും നമുക്ക് ഇല്ലാതെ ആക്കാൻ പറ്റും. നമ്മുടെ മോഡേൺ മെഡിസിൻ്റെ ചികിത്സാ രീതികളുമുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. രണ്ടാമത് നമ്മുടെ ലോകത്ത് വന്ന വാക്സിനേഷനാണ് റാബിസ്. അതായത് നമ്മുടെ ഇതിന് അറിയാമല്ലോ, പേ വിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ.
അത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1895 കാലഘട്ടങ്ങളിലൊക്കെയാണ് അത് വന്നത്. നിലവിൽ ഇനി നമ്മുടെ ഈ പ്രസന്റ് കാലഘട്ടത്തിലോട്ട് പോവാം. നമുക്ക് നിലവിലെ വാക്സിനേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അത് ബഹുമാനപ്പെട്ട അയൺ ലേഡി ഓഫ് ഇന്ത്യ 1985 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടിയത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് 2021 ഇത്രയും വർഷമായിട്ടും 2021 36 വർഷത്തോളം നമുക്ക് ആയി കഴിഞ്ഞു. ഇപ്പോഴും ആ പ്രോഗ്രാമിന് മാറ്റം വന്നിട്ടില്ല. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, ആ പ്രോഗ്രാം തന്നെയാണ് നമുക്കിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമിന്റെയും ഉദ്ദേശം. അതായത് മെയിൻ ഇതിന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. അതിന് ഏറ്റവും നല്ല വാക്കാണ് ട്രിവാൻഡ്രം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവീണിന്റെയൊക്കെ ഐഡിയ ആയിട്ട് വന്ന ഒരു കാര്യമാണ് കവചം. നമ്മളൊരു കവചം സൃഷ്ടിക്കുക. എന്താണ് ഈ കവചം? നമ്മളൊരു കവചം, പ്രതിരോധ ശേഷി ഉണ്ടാക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു യുദ്ധ കളത്തിലോട്ട് ഒരു വ്യക്തി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭടൻ പോകുമ്പോൾ കവചങ്ങളില്ലാതെ സ്വയം പോയി കഴിഞ്ഞാൽ അയാൾ സ്വയം മരിക്കത്തേ ഉള്ളൂ. നമുക്ക് അയാൾക്ക് രാജ്യത്തെ രക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ആൾക്കാർക്ക് നമുക്കൊരു കവചം, അണുബാധകളിൽ നിന്നുള്ള ഒരു കവചമാണ് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും മുൻപന്തിയിൽ ഇപ്പൊ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്ന ഒരു കവചം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് വാക്സിൻ തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു പ്രതിരോധ കവചം ഉണ്ടാക്കിയിട്ട് മാത്രമേ, അല്ലെങ്കിൽ അതിന് വില കൊടുത്തിട്ട് മാത്രമേ നമുക്ക് അതിന്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് എന്തുണ്ടോ അതിനെല്ലാം സൈഡ് എഫക്റ്റും ഉണ്ട്. സൈഡ് എഫക്റ്റ് എവിടെ ഇല്ലെന്ന് പറയുന്നു അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ എഫക്റ്റും കാണൂല. എഫക്റ്റ് നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലായാലും മരുന്നിലായാലും എന്ത് തന്നെ ആയിക്കോട്ടെ. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേപ്പിൾ ഡയറ്റായ ചോറ്. നമ്മളെല്ലാവരും മിക്കവാറും, എനിക്ക് തോന്നുന്നു ആരെങ്കിലും ചോറ് കഴിക്കാത്തവർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടെന്ന്. ചോറ് കഴിക്കുകയാണെങ്കിൽ അത് ശരിക്കും നമുക്ക് എനർജി കിട്ടുന്നു, അതാണ് അതിന്റെ എഫക്റ്റ്. പക്ഷെ എന്താണ് അതിന്റെ സൈഡ് എഫക്റ്റ്? നമ്മുടെ ആവശ്യമില്ലാത്ത പൊണ്ണത്തടി. ഇപ്പോഴ് പ്രത്യേക ഈ ലോക്ക്ഡൌൺ കാലത്ത് പല കുട്ടികളും നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടിയാണ്. ആ സാറിന്റെ കണക്ഷൻ ഒരു ചെറിയ പ്രശ്നം പറ്റി. തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാം. കട്ടായി പോയോ? സാറിന്റെ കണക്ഷൻ പോയോ ഇടയ്ക്ക്? പറഞ്ഞു, റീസ്റ്റാർട്ട് ചെയ്തോ. റീസ്റ്റാർട്ട് ചെയ്യാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ, ഫുൾ സ്ക്രീൻ ആക്കിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരാൻ പോകുന്നത്. നമുക്ക് ആദ്യം പലതരത്തിലെ കുത്തിവയ്പ്പും വാക്സിൻസും ഉണ്ട്. ഉദാഹരണം നമുക്ക് സിമ്പിളായിട്ട് അറിയാന്നുള്ളത്, ഡോക്ടർ സുനി പറഞ്ഞു, ആദ്യത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് 3 വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? 1 മഞ്ഞപ്പിത്തത്തിനെതിരായിട്ട്, രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തത്തിനെതിരായിട്ട്. 2 പോളിയോക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ കൊടുക്കുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? BCG വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പല പട്ടികകളിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് നോക്കേണ്ടത് ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻസ്. ജീവൻ, അതായത് ചത്തതിലൊപ്പമേ ജീവിച്ചിരിക്കലും എന്നുള്ള ഒരു ചൊല്ലുണ്ട്. മരിച്ചതാണ് അല്ലെങ്കിൽ ജീവൻ ഉണ്ടെന്ന് പറയാം, പക്ഷെ അതെന്താണ്? ആക്റ്റീവ് ജീവൻ ഇല്ല. ഇപ്പൊ വെജിറ്റേറ്റീവ് ലൈഫ് എന്ന് നമ്മൾ പറയാറുണ്ട്. വെജിറ്റേറ്റീവ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ എല്ലാ രീതിയിലും ബ്രെയിൻ ഡെത്ത് വരെ സംഭവിച്ച് ചിലപ്പം ഒരു കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതൊരു വെജിറ്റബിളിനെ പോലെ കിടക്കും, ഒരു ആക്ഷനും ചെയ്യാൻ പറ്റില്ല. അതാണ് അതേപോലെ. എന്നാൽ നമ്മുടെ ഉദാഹരണം, നമുക്കിപ്പം ബോധമില്ല, ഓർമ്മയില്ല, കിടക്കുന്ന ഒരു കട്ടിലിൽ കിടക്കുകയാണെങ്കിൽ, അബോധാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് ലൈഫാണ്. അപ്പൊ അതുപോലെ അണുക്കളെ ആക്കുന്നു, അവരെ നിർവീര്യമാക്കുന്നു, വീര്യമില്ലാതെയാക്കുന്നു. അതാണ് ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ. എന്തൊക്കെ ഉണ്ട്? TBയുടെ വാക്സിൻ, BCG അങ്ങനെയാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഇത് ഒന്നിച്ച് പറയാം ഞാൻ. BCG വാക്സിനേഷൻ ഉണ്ട്, ഓറൽ പോളിയോ, മീസിൽസ്, റോട്ടാ വൈറസ്, യെല്ലോ ഫീവർ. ഇത്തരം വാക്സിൻ എല്ലാം ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻസ് ആണ്. ജീവനില്ലാതെ കിടക്കുമ്പോൾ ജീവൻ ഉണ്ട്, പക്ഷെ ജീവൻ ഇല്ലാത്തതുപോലെ കിടക്കുന്നത്. അപ്പൊ എന്ത് പ്രശ്നം വരാം? എപ്പോഴും വേണോ ജീവൻ വെച്ചാൽ അവൻ പ്രശ്നക്കാരനാകാം. അവൻ എന്ന് വേണോ ഉണരാം. അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തി എന്നുണരുന്നോ അതുപോലെ ഇവനും സംഭവിക്കാം. അതൊരു കാര്യം ചിന്തിക്കണം. അതാണ് നമ്മൾ പോളിയോയില് ചിലപ്പോൾ പോളിയോ വാക്സിൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് തന്നെ പാരാലിസിസ് ആകുമോ എന്നൊരു പേടി ഈ ഒരു കാര്യം കൊണ്ടും കൂടെ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് BCGയുടെ കാര്യത്തിൽ. BCGയിൽ പല പല റിയാക്ഷൻസ് വരാം, അവിടെ തന്നെ ഇൻഫെക്ഷൻസ് പോലെ വരാം. ഇതൊക്കെ വരുന്നതും ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ആയതുകൊണ്ടാണ്. ഇതേ കാര്യങ്ങൾ തന്നെ റോട്ടാ വൈറസിലും മീസിൽസിലും ഒക്കെ സംഭവിക്കാം. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ മൊത്തമായിട്ട് പറഞ്ഞാൽ ഗുണമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻസ് ഉപയോഗിക്കുന്നത്. രണ്ടാണ് ഇനാക്ടിവേറ്റഡ് വാക്സിൻ. നമുക്ക് ഈ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻസും ഇനാക്ടിവേറ്റഡ് വാക്സിൻസും ഒക്കെ ഇപ്പം നമ്മുടെ കോവിഡിന്റെ സെനാരിയിലും ഉണ്ട്. ഉദാഹരണം, ഇന്ത്യൻ നിർമ്മിതമായ കോവാക്സിൻ, ഭാരത് ബയോടെക്കിന്റെ കമ്പനി ചെയ്യുന്നത് പറഞ്ഞാൽ കോവാക്സിൻ കിൽഡ് വാക്സിനേഷൻ ആണ്, ഇനാക്ടിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ കിൽഡ് വാക്സിനേഷൻ ആണ്. നമ്മൾ DPT ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ്, അതാണ് DPT, അല്ലെങ്കിൽ പെൻഡാവാലന്റ് വാക്സിനേഷനിൽ കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് ഈ കിൽഡ് വാക്സിൻസ് ആണ്. അതിൽ പ്രത്യേകിച്ചും DPT, ഡിഫ്തീരിയയും പെർട്ടുസിസും ടെറ്റനസും വരുന്നത് അതിൽ ഏറ്റവും പ്രധാനം പെർട്ടുസിസ് ആണ്. പെർട്ടുസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമയ്ക്കെതിരായിട്ടുള്ളത്. അത് ഹോൾസെൽ പെർട്ടുസിസ് വാക്സിനേഷൻ ആണ്. അതിൻ്റെ കൂടെ ചെയ്യുന്നതാണ് ഇനാക്ടിവേറ്റഡ്. ഇപ്പം പോളിയോ ലൈവ് അറ്റനുവേറ്റഡ് ഉണ്ട്, ഇനാക്ടിവേറ്റഡ് ഉണ്ട്. ഇനി സബ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഒരു വൈറസോ ബാക്ടീരിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, അണുക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാധനം ചുരണ്ടിയെടുത്ത് അതിനെ വാക്സിനേഷനായിട്ട് ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ ഇതിൽ സംഭവിക്കുന്നത്. അതാണ് നമ്മളിപ്പം തന്നെ ഈ കോവിഷീൽഡ് എന്നുള്ള വാക്സിനേഷനൊക്കെ ഏകദേശം അതുപോലെയൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ അതിലൊരു വ്യത്യാസമുള്ളത്, അഡിനോ വൈറസ് എന്നുള്ള ഒരു വൈറസിൽ കൂടെ കയറ്റി വിട്ടാണ് ആ കമ്പോണന്റ് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്നത്. എനിവേ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വാക്സിനേഷനൊക്കെയാണ്. ഒന്ന്, രക്തത്തിലുള്ള 2 പെർട്ടുസിന് ഉപയോഗിക്കുന്നുണ്ട്, 3 പോളിസാക്കറൈഡ്, എല്ലാം കൂടെ പറയുന്നില്ല. എന്തായാലും ഇങ്ങനെയും വാക്സിൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി 4ാമത്തെ കാര്യം, അടുത്ത് വരുന്ന ഒരു ഗ്രൂപ്പാണ് ടോക്സോയിഡ്സ് എന്ന് പറയുന്നത്. നമ്മള് ഇപ്പം പാമ്പിന്റെ വിഷം എന്ന് പറയുന്ന നല്ലൊരു പ്രോട്ടീനാണ്. പക്ഷെ പാമ്പിന്റെ വിഷത്തെ അതിന് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുമ്പം നമ്മൾ എന്തുമായി, അത് ഒരു പ്രൊട്ടക്റ്റീവ് കാര്യത്തിലോട്ട് പോകുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടോക്സോയിഡ്. അതായത് ഡിഫ്തീരിയയും ടെറ്റനസും ഒക്കെ പോയിസൺസിനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഈ പോയിസണെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ടോക്സിൻസിനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഈ ടോക്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഡീടോക്സിഫൈ ചെയ്യും. അതിനെ വിഷമില്ലാത്ത സാധനമായിട്ട് മാറ്റിയിട്ട് കുത്തിവയ്പ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി, അതൊരു വാക്സിനായി. അപ്പൊ അതെല്ലാം ഇങ്ങനെ പല മെത്തേഡിലാണ് വാക്സിൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. എന്തൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട്സുകൾ വരാൻ ചാൻസ് ഉള്ളത്? ഒന്ന്, വാക്സിന്റെ പ്രോഡക്റ്റ് റിലേറ്റഡ്. ഇപ്പൊ ഉദാഹരണം, നമ്മൾ വാക്സിൻ കൊണ്ടുവന്നു, ആ വാക്സിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉദാഹരണം, കണ്ടാമിനേഷൻ വന്നു, അല്ലെങ്കിൽ അതിന്റെ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വാക്സിൻ പ്രോഡക്റ്റ്, ഇപ്പുറത്തുള്ളത് വായിക്കേണ്ട, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മതി. ഇനി രണ്ടാമത്, വാക്സിൻ ക്വാളിറ്റി ഡിഫക്റ്റ് റിലേറ്റഡ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ ചിലപ്പം തന്നെ ചില വാക്സിൻസിന്റെ വയലൊക്കെ നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഒക്കെ കാണാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക. നമ്മളത് വാക്സിനേഷൻ കൊടുക്കുന്ന ഏരിയയിൽ തന്നെ ഓരോ കുപ്പിയും ഓരോ വയലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് പ്രോഗ്രാം എറർ എന്നും ഞങ്ങൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പം പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ എറർ റിലേറ്റഡ് മിക്കവാറും നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തവർക്ക് കുത്തിവയ്പ്പ് കൊടുക്കുക, പലപ്പോഴും കംപ്ലൈന്റ് വരുന്നില്ല. പത്രത്തിൽ വരാം, അവർക്ക് 2 ഡോസ് കൂട്ടി, 2 ഡോസ് എന്ത് പറ്റി, അവിടെയെല്ലാം നമ്മുടെ തെറ്റാണ്. അത് വരുന്നത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ എറർ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ആരെയും പഴിചാരാനല്ല. ഇപ്പൊ പലരുടെയും ഒരു ടെൻഡൻസി ഉണ്ട്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല എൻ്റെ ഉദ്ദേശം. അറിയിക്കുക, നമുക്കത് പരിഹാരമായിട്ടുള്ള സ്യൂട്ടബിൾ പരിഹാരങ്ങൾ കാണണം, ഇല്ലെന്നാണ്. അപ്പം ആ രീതിയിൽ എറർ വരുന്നതിനെയാണ് പ്രോഗ്രാം എറർ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനം ഇതാണ്. ഏറ്റവും പ്രധാനം ഇതെന്ന് പറയാൻ കാരണം വേറൊന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രോഗ്രാമിന്റെ സമയം എനിക്ക് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു പ്രോഗ്രാമിന് ഞാനിങ്ങനെ സ്കൂളിൽ പോയപ്പോഴൊക്കെ തന്നെ ശരിക്കും ഡോക്ടേഴ്സിനെ കൂടെ അന്ന് മിക്കവാറും പ്രോഗ്രാംസിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. റീസൺ ഇതാണ്, വാക്സിനേഷൻ കൊടുത്തു, എസ്പെഷ്യലി നമ്മളെ ഫീൽഡിലൊക്കെ വാക്സിനേഷൻ കൊടുത്തു, കുറച്ച് പിള്ളേർ
കെട്ട് വീണു. ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ സംഭവിക്കുന്നത്, ആങ്സൈറ്റി റിലേറ്റഡ് റിയാക്ഷൻ. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട്. ഒരു അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ പല വാക്സിനേഷന്റെയും പല മരുന്നുകളുടെയും കൂടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിനെടുത്ത് ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കുത്തിവയ്പ്പാണെന്ന് പറഞ്ഞിട്ട് ഒരു 100 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മിനിമം ഒരു 50 പേരെങ്കിലും ബോധം കെട്ട് വീഴും. അതാണ് സംഭവിക്കുന്നത്. അതിനെയാണ് ആങ്സൈറ്റി. ഇത് കൊടുത്താൽ എന്തെങ്കിലും സംഭവിക്കും. നമുക്കെല്ലാം വരാറില്ലേ? നമ്മൾ തന്നെ ഉദാഹരണം കോവിഡ് വാക്സിൻ വന്ന സമയത്ത് വരാതിരുന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? വാക്സിൻ എന്ത് പറ്റി? വാക്സിൻ പേടിയാണ്, ഇത് എടുക്കാൻ പറ്റുമോ, എടുത്താൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? അതുകൊണ്ട് എന്ത് പറ്റി സംഭവിച്ചത്? നമ്മുടെ സെക്കൻഡ് വേവ് എല്ലാം വന്നു, നമ്മുടെ ഡെത്ത് റേറ്റ് എല്ലാം കൂടിയപ്പോൾ നമ്മൾ എന്ത് വെച്ചു? വീണ്ടും ടെൻഷനായി. ഇനി എന്ത് വരണടുത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ ആഗ്രഹിച്ചു, അപ്പോൾ വാക്സിൻ കിട്ടാതെയായി. ഓക്കെ, ഇപ്പൊ വീണ്ടും നമ്മൾ സ്മൂത്തായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആങ്സൈറ്റിയാണ്. നമ്മൾ ശാസ്ത്രീയ വശങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ഈ ആങ്സൈറ്റി കൂടുതലായിട്ട് പോകുന്നത്. ഏറ്റവും ലാസ്റ്റാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കോയിൻസിഡന്റ് എന്ന് പറയും. കോയിൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എനിക്ക് വാക്സിനേഷൻ എടുത്തു, ഞാൻ നടന്നു പോയപ്പോൾ തലയിൽ തേങ്ങ വീണു. അപ്പൊ എന്ന് നമ്മൾ വിചാരിക്കും, ഈ തേങ്ങ വീണതിന്റെ റീസൺ എന്താണ്? എനിക്ക് ഇവിടെ പോയി കുത്തിവയ്പ്പ് എടുത്തത് കൊണ്ടാണ്. ഇതിനെയാണ് പറയുന്നത് കോയിൻസിഡന്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് എനിക്ക് ചുമയും ജലദോഷം വരാനിരിക്കുകയായിരുന്നു, പക്ഷെ അന്നാണ് ഞാൻ പോയി വാക്സിനേഷൻ എടുത്തത്. നേരെ സംഭവിച്ചെന്താണ്? എനിക്ക് ചുമയും ജലദോഷം വന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇത് എനിക്ക് ചുമയും ജലദോഷം വന്നതിന്റെ റീസൺ എന്താണെന്നാണ്? വാക്സിനേഷൻ എടുത്തത് കൊണ്ട് ആണ് എന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്പുകളുണ്ട്? ഒന്ന് കോമൺ മൈനർ അഡ്വേഴ്സ് ഇവന്റ്സ് ഉണ്ട്, കോമൺ മൈനർ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ട്. 2 സിവിയർ അഡ്വേഴ്സ് ഇവന്റ്സ് ഫോളോ ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. 3 സീരിയസ്. അപ്പൊ സാധാരണ ചെറിയ പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു കുത്തിവയ്പ്പ് എടുത്താൽ എന്ത് സംഭവിക്കും? ഉദാഹരണം TT എടുക്കാത്തവർ കാണൂല. ഈ പ്രായം ആയ സമയത്ത് പോലും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നല്ല വേദനയായിരിക്കും. അതൊരു സൈഡ് എഫക്റ്റ് ആണ്. വേദന എന്നുള്ളത് സൈഡ് എഫക്റ്റ് ആണ്. കൈ ഒന്നും പൊക്കാൻ പറ്റുന്നില്ല, വീണ്ടും ഒരു സൈഡ് എഫക്റ്റ് ആയി. ചിലപ്പോൾ അന്ന് പനി വന്നു, അതൊരു സൈഡ് എഫക്റ്റ് ആണ്. ചെറിയ പനിയാണ് വന്നത്. ഇതൊക്കെ കോമൺ മൈനർ അഡ്വേഴ്സ് ഇവന്റ്സ് ആണ്. രണ്ടാമത്തെ ഒരു അഡ്വേഴ്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ സിവിയർ അഡ്വേഴ്സ് ഇവന്റ്സ്. 3 സീരിയസ് അഡ്വേഴ്സ് ഇവന്റ്സ്. ഇങ്ങനെ പല രീതിയിൽ അഡ്വേഴ്സ് ഇവന്റ്സ് വരാം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലോക്കൽ റിയാക്ഷൻ വരാം, പനി വരാം, ചെറിയ ക്ഷീണം അല്ലെങ്കിൽ ബോഡി പെയിൻ. ഇതൊക്കെയാണ് മൈനർ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക. അതായത് നമുക്ക് ഡിസേബിലിറ്റിയിലിട്ട് പോവുക, നമുക്ക് നടക്കാൻ പറ്റാതെ ആകുക, അന്ന് പനിച്ച് വിറച്ച് വീട്ടിൽ കിടക്കേണ്ട ഗതികേട് വരിക. ഇനി മാത്രമല്ല ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരിക. ചിലപ്പോൾ നമുക്ക് ചില സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വന്നിട്ട് ഇപ്പം ചിലവർക്കാണെങ്കിൽ ഭയങ്കര കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. ഉദാഹരണം DPT ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. അന്ന് പിന്നെ ഹോസ്പിറ്റലിലോട്ട് കാണിക്കേണ്ടി വരും. അപ്പം അതൊക്കെയാണെങ്കിൽ നമുക്ക് സിവിയറോ സീരിയസോ എന്നുള്ള കാര്യങ്ങളിലോട്ട് പോവാം. എന്നിട്ട് അവസാനം ഒന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് രീതിയിലോട്ട് വരും. പക്ഷേ വളരെ സീരിയസ് അല്ലെങ്കിൽ വെരി സിവിയർ എന്ന് പറയുന്നത് ഡെത്തിലോട്ട് പോവുക, അല്ലെങ്കിൽ ഒരു പ്രൊലോങ്ഡ് അഡ്മിഷൻ വേണ്ടി വരിക. ഇതിനെയൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയാം. നമുക്ക് ചില എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. ഒന്ന്, BCG വാക്സിനേഷൻ എന്ത് സംഭവിക്കാം? ഫേറ്റൽ ഡിസെമിനേഷൻ ഓഫ് BCG ഇൻഫെക്ഷൻ. ഉദാഹരണം സംഭവിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കുറവാണെന്ന് വെച്ചോളൂ. ചില കുട്ടികൾ ജന്മനാ പ്രതിരോധ ശേഷി കുറഞ്ഞവരായിരിക്കും. അതായത് കൺജനിറ്റൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. അത്തരം കുട്ടികൾക്ക് BCG വാക്സിനേഷൻ കൊടുത്താൽ എന്ത് സംഭവിക്കാം? അവർക്ക് ചിലപ്പം ഫേറ്റൽ ഡിസെമിനേഷൻ BCG ഇൻഫെക്ഷൻ. കാരണം BCG എന്ന് പറയുന്നത് നമ്മൾ ഈ കാലികൾക്കുള്ള ഒരു അണുക്കളെ തന്നെ എടുത്ത് അതിനെ തന്നെ ലൈവ് അറ്റന്യൂറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് തന്നെ എന്ത് പറ്റും? അവസരം കിട്ടുന്ന സമയത്ത് ലൈവ് അറ്റന്യൂറ്റിന്റെ പ്രത്യേകത എന്താണ്? നോർമലി സാധാരണഗതിയിൽ അത് ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കൂല. പക്ഷേ നമ്മുടെ പ്രതിരോധ ശേഷി കുറവ്, നമുക്ക് ശക്തി കുറവ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവൻ തല ഉയർത്തി ഇത് തന്നെ ആക്റ്റീവ് ഡിസീസ് പോലെ ആക്കും. അങ്ങനെ വരുന്നതാണ് ഫേറ്റൽ ഡിസെമിനേറ്റഡ് BCG റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പോളിയോ, വാക്സിൻ അസോസിയേറ്റഡ് പോളിയോ പാരാലിസിസ്. വാക്സിൻ കാരണം പാരാലിസിസ് വന്നു. ഇതൊക്കെ നമ്പേഴ്സ് ഉണ്ട്. 4 ദിവസം മുതൽ 3 ദിവസം വരെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ പ്രൊലോങ്ഡ് ക്രൈയിങ്, DPT-യിൽ സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഹോൾ സെൽ പെർട്ടുസിസ്. ഈ പ്രൊലോങ്ഡ് ക്രൈയിങ് ആൻഡ് സീഷസ്, ഹൈപ്പോടെൻസീവ് ഹൈപ്പോ റെസ്പോൺസീവ് എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു കാര്യം, HHE. ഇതൊക്കെ DPT-യിൽ സംഭവിക്കുന്നതാണ്. പ്രത്യേകം ഹോൾ സെൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാക്സിനേഷൻ സംഭവിക്കുന്നതാണ്. ഇത് വന്നപ്പോഴാണ് നമുക്ക്
പലരും സെല്ലുലാർ പെർട്ടുസിസ് വാക്സിൻ പ്രൈവറ്റ് സെറ്റപ്പിലൊക്കെ അവൈലബിൾ ഉള്ളതായിരുന്നു. പക്ഷെ ഒരു പഠനങ്ങളിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രതിരോധ ശേഷിക്ക് കൂടുതൽ ഗുണം മനസ്സിലാക്കിയത് ഈ ഹോൾസെൽ പെർട്ടുസിസ് വാക്സിനേഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സൈഡ് എഫക്റ്റ് വന്നാലും അതിനെക്കാട്ടിലും മേജർ പ്രശ്നമാണ് എന്താണ് ഈ അസുഖം വരുന്നത്, അതായത് വില്ലൻ ചുമ എന്നുള്ള അസുഖം വരുന്നത്. അതുകൊണ്ട് ഈ മൈനർ സൈഡ് എഫക്ട്സ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇനിയുള്ളതാണ് സീരിയസ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. ഒന്ന് മീസിൽസിൽ സാധാരണ ഇതിൽ ഒരു സൈഡ് എഫക്റ്റും വരാത്തൊരു സാധനമാണ് മീസിൽസ്. ചിലർക്ക് ചെറിയ പനി വരാം, ചിലർക്ക് ചെറിയ റാഷസ് വരാം, പക്ഷെ ഇതൊന്നും സാധാരണയല്ല. ചിലർക്കെങ്കിലും ഫെബ്രുവരി സീസൺ പ്രത്യേകിച്ച് 6 മുതൽ 12 ദിവസം ആകുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റുന്നു, അവിടെ ഇൻഫെക്ഷൻ കയറി വരുന്നു. കാരണം ഇതിൽ ചില കണ്ടാമിനേഷൻസ് വരും, അതായത് വേറെ അണുക്കൾ കയറി. ഇതൊരു വൈറൽ ഡിസീസാണ് മീസിൽസ് എന്ന് പറയുന്നത്. അതിൽ കൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ത്രോംബോസൈറ്റോപീനിയ, പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നൊരവസ്ഥ, അനാഫിലാക്സിസ്, അത് ഏതിന് വേണോ വരാം, ഇൻക്ലൂഡിങ് കോവാക്സിൻ, ഇൻക്ലൂഡിങ് കോവിഡിന്റെ വാക്സിനേഷൻ. ഞാൻ പത്രത്തിൽ വായിച്ച ഒരു കാര്യമാണ്, കോവിഡ് വാക്സിനേഷൻ കൊടുത്ത ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. റിപ്പോർട്ടഡ് ആയിട്ട് പ്രൂവൺ ആയിട്ടുണ്ട്, പത്രത്തിൽ വന്ന കാര്യമാണ്. അങ്ങനെയും സംഭവിക്കാം. നമ്മൾ ആ റിസ്കും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാക്സിനേഷന്റെ സൈഡ് എഫക്റ്റിനെ അംഗീകരിക്കുന്നത്. ഇനി റോട്ടോ വൈറസിൽ ഇൻഡ്യൂസെപ്ഷൻ, ഇത് ഒരു പരിധിവരെ ഇപ്പം ഇങ്ങനെ അല്ല എന്നുള്ള തിയറീസും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു കാര്യം കൂടെ ചിന്തിക്കുന്നതേ ഉള്ളൂ. റോട്ടോ വൈറസ് കൊടുത്താൽ ഇൻഡ്യൂസെപ്ഷൻ വരാം. പക്ഷെ നമ്മളിപ്പോഴും വളരെ പ്രൂവൺ ആയിട്ട് നമ്മൾ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞു, 2 വർഷമായിട്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു, റോട്ടാ വൈറസ് നമ്മുടെ ഗവൺമെന്റ് പ്രോഗ്രാമിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തു. നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഒന്നും സാധാരണഗതിയിൽ കേൾവി ഇല്ല. അപ്പൊ റോട്ടോ വൈറസ് ധൈര്യമായിട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന സൈഡ് എഫക്ട്സുകൾ. ഇനിയുള്ളതാണ് പ്രോഗ്രാം എറർ എന്ന് പറയുന്നത്. അതായത് എന്തോ നമ്മളുടേതായ ഒരു ചില പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വരാം. അത് വരാതിരിക്കാൻ പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, എറർ ഇൻ വാക്സിൻ ഹാൻഡ്ലിങ്. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എറർ എന്തൊക്കെയാണ്? എക്സ്പോഷർ ടു എക്സസ് ഹീറ്റ്, ഭയങ്കര ചൂടിൽ നമ്മൾ കൊണ്ടുവയ്ക്കും. ഓർ കോൾഡ്, നല്ല തണുത്തായാലും പ്രശ്നം തന്നെയാണ്. അപ്പൊ ഓരോ വാക്സിനേഷനും അതിൻ്റെതായ നിശ്ചിത ടെമ്പറേച്ചറിൽ തന്നെ വയ്ക്കണം. അങ്ങനെ വരുമ്പോഴും ചില റിയാക്ഷൻസ് ഒക്കെ വരാം. ഇനി എറർ ഇൻ വാക്സിൻ പ്രിസ്ക്രൈബിംഗ് ഓർ നോൺ അഡ്ഹറൻസ് ടു റെക്കമെൻഡേഷൻസ് ഫോർ യൂസ്. എന്തെങ്കിലും തെറ്റായിട്ട് രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യുക. സിമ്പിൾ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, 1 ഡോസ് കൊടുക്കേണ്ട സമയത്ത് 2 ഡോസ് മിക്കവാറും ഒന്ന് 1 ഡോസ് കൊടുക്കേണ്ടത് 2 എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ പ്രശ്നമായിട്ട് ചിന്തിക്കണം. പിന്നെ കൊടുക്കുന്ന ടെക്നിക്സ്, ഇപ്പൊ IM കൊടുക്കേണ്ട വാക്സിൻ ആണെങ്കിൽ IM തന്നെ കൊടുക്കണം. സബ്ക്യൂട്ടേനിയസ് കൊടുക്കേണ്ട വാക്സിനേഷൻ ആണെങ്കിൽ സബ്ക്യൂട്ടേനിയസ് തന്നെ കൊടുക്കണം. ഇനി IV ആണെങ്കിലോ അങ്ങനെ തന്നെ കൊടുക്കണം. പക്ഷെ IV വാക്സിനേഷൻ നമ്മുടെ അറിവിലൊന്നും ഇല്ല. നമുക്ക് അറിയാവുന്നതെല്ലാം എന്താണ്? ഒന്നേ സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ IM മസിലിൽ കൊടുക്കുന്ന വാക്സിൻസ് ആണ്. അപ്പൊ ഇതിലെന്തെങ്കിലും പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇമ്മ്യൂണൈസേഷൻ എറർ എന്ന് പറയും. അതായത് വാക്സിനേഷൻ ഉപയോഗിച്ചു കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ. ഇത് ഓപ്പൺ വയൽ പോളിസിയാണ്. പ്രത്യേകിച്ച് ഇത് പോളിയോയിലൊക്കെ പാലിക്കുന്നതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദ വാക്സിൻ വയൽ മോണിറ്റർ ഈസ് ഇൻ ദ യൂസബിൾ സ്റ്റേജ്. അത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. ആ മോണിറ്ററിങ് അതൊരു ഈസി മെത്തേഡാണ്. അതിൽ കളർ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുന്നിരിക്കുന്ന കളറിൽ തന്നെയാണോ ഇരിക്കുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിൻ ഹാസ് നോട്ട് ക്രോസ് ഇറ്റ്സ് എക്സ്പയറി ഡേറ്റ്. അപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു വാക്സിൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഓക്കെ, ഇത് നമ്മുടെ മിസ്റ്റേക്ക് അല്ലേ, അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നത്തെ കാര്യം, വയൽ ഹാസ് ബീൻ സ്റ്റോർഡ് അണ്ടർ കോൾഡ് ചെയിൻ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ചൂട് വരുന്ന ഒരു സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ എസെപ്റ്റിക് ടെക്നിക്ക്, നമ്മൾ വൃത്തിയില്ലാതെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. നമുക്കറിയാം, കൈ വാഷ് ചെയ്യണം, സാനിറ്റൈസർ ഇടണം, ഗ്ലൗസ് ഉപയോഗിക്കണം. ഇതൊന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്സിനേഷൻ ഹാൻഡിൽ ചെയ്താലും ഈ പ്രശ്നം നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇൻ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് ഇവന്റ്സ് ഒക്കെ സാധാരണ ഉള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ മിക്കവാറും അൺറിലേറ്റഡ് ടു ഇമ്മ്യൂണൈസേഷൻ ആയിട്ടായിരിക്കും പലരും പ്രസന്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ടേക്കിൾ ചെയ്യണം, നമ്മുടെ കമ്മിറ്റി ഉപയോഗിക്കണം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ആങ്സൈറ്റിയെ പ്രത്യേകിച്ച് അഡ്രസ് ചെയ്യണം. അതിന് നമ്മുടെ സംസാരമാണ് പ്രധാനം, നാക്കാണ് ഏറ്റവും പ്രധാനം. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ പ്രധാനമാണ്. എല്ലാ ഫീൽഡിലെ പ്രവർത്തകരും നല്ലൊരു ബന്ധമായിരിക്കണം. എനിക്ക് അതിന് കൺഫ്യൂഷൻ ഇല്ല. കാരണം നമ്മുടെ ആശാ വർക്കേഴ്സിനെല്ലാം നല്ല
സാമൂഹ്യ ബന്ധമാണ്. അതിന് നല്ലൊരു തെളിവാണ് പല ആശാപ്രവർത്തകരും നമ്മുടെ കൗൺസിലേഴ്സ് ആയിട്ടുണ്ട്, നമ്മുടെ വാർഡ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്, MLA-മാരായിട്ടുണ്ട്, പല രീതിയിലും നമ്മുടെ രാഷ്ട്രീയത്തിലെ ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ്. പിന്നെ മൈനർ വാക്സിൻ റിയാക്ഷൻസ് ആർ കോമൺ ആൻഡ് ഡു നോട്ട് റിക്വയർ എനി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. ഇതും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഫോളോ ഓപ്പൺ വയൽ പോളിസി ഫോർ പ്രിസ്ക്രൈബ്ഡ് വാക്സിൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി റിപ്പോർട്ടിംഗ്. ഇതിന് ഞാൻ ജസ്റ്റ് ഓട്ടിച്ച് പോവാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാരണം ഇത് മെയിനായിട്ട് നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് ആയതുകൊണ്ടാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഡോക്ടേഴ്സിനും ഒക്കെ കൂടെ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്തത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രത്യേകിച്ച് ഫോർമേറ്റ് ഉണ്ട്. അതിനെ പറയുന്നതാണ് കേസ് റിപ്പോർട്ടിംഗ് ഫോർമേറ്റ് എന്ന് പറയും. അത് ഏതൊക്കെ ലെവൽ, അത് 24 മണിക്കൂറിനകം വെച്ച് ചെയ്യണം, പിന്നെ 48 മണിക്കൂർ, ഇങ്ങനെ ഓരോ സ്റ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണ് ഞാനൊന്ന് ജസ്റ്റ് അത് സ്പീഡിൽ പറഞ്ഞു പോകാം. അതിൻ്റെ ഒരു പിന്നെ ഇനി മന്ത്ലി റിപ്പോർട്ടിംഗ് ഉണ്ട്, ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ഇങ്ങനെ പല സ്റ്റേജസ് ആയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത്. ഇനി ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ വേണ്ട കണ്ടീഷൻസ് ആണ് ഈ താഴെ കാണിക്കുന്നത്. ഒന്ന്, ബ്രോഡ് ഡെത്ത് ടു ഹെൽത്ത് ഫെസിലിറ്റി. വാക്സിനേഷൻ എല്ലാം കൊടുത്തു, പക്ഷെ പെട്ടെന്ന് മരിച്ചുകൊണ്ട് കൊച്ചിനെ കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഹോം ഡെത്ത് ആയാലും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇൻസഫിഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്സ് റിഗാർഡിംഗ് ദി ഇവന്റ്, അതും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പിന്നെ ഡെത്ത് ഇൻ കേസ് ദാറ്റ് വാസ് നോട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഓർ ഇഫ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് നോട്ട് പോസിബിൾ. ഇവിടെ ഞാൻ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് വാക്സിനേഷൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഉണ്ട്, ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ പുള്ളിക്കാരൻ അത് എന്താക്കി, അത് വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റ് ആക്കിയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകരും. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത് എന്തായിരിക്കും, ഓക്കെ ഇതെനിക്ക് ഉറപ്പാണ് അടി കിട്ടുമെന്ന്. രണ്ടാമത്തെ അടി, നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ അറ്റാക്ക് ഒക്കെ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ അടി അവിടുത്തെ JPH-ന് കിട്ടും, മൂന്നാമത്തെ അടി ഡോക്ടറിന് കിട്ടും, നഴ്സിന്, എല്ലാവർക്കും കിട്ടും. അപ്പൊ പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ അതെന്തായിരിക്കും, ഹോമിസൈഡ് ആയിരിക്കും, അതായത് മർഡർ ആയിരിക്കും. ഇതും നമ്മൾ ചിന്തിക്കണം. നമ്മൾ ശരിക്കും മെഡിക്കൽ പേഴ്സൺസിന്റെ സ്വഭാവം ഒരു സെമി പോലീസുകാരെ പോലെയും കൂടെ ആയിരിക്കണം. എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ സസ്പീഷ്യസ് ആയിരിക്കണം. ഇതെന്ത് പറ്റി? ഒരിക്കലും ആരെങ്കിലും ഇങ്ങനെ ഭയങ്കര ഹ്യൂമിഗേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉടനെ അവരുടെ അടുത്ത് എതിർക്കുകയല്ല വേണ്ട. ഓക്കെ, നമ്മൾ നോക്കാം, നമുക്ക് വേണ്ട പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കാം ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ഇവാലുവേഷനിലോട്ട് പോകണം. ഇതിനെല്ലാം വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതിനൊരു കമ്മിറ്റി ഉണ്ട്. അത് കമ്മിറ്റി മാത്രം ചിന്തിക്കുക. ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്, സ്റ്റേറ്റ് ലെവലിലുണ്ട്, നാഷണൽ ലെവലിലുണ്ട്. അപ്പം ഈ കമ്മിറ്റിയിൽ പ്രധാനമായിട്ട് ആരൊക്കെ ഉണ്ട്? ഒരു പീഡിയാട്രിഷ്യൻ കാണും, മൈക്രോബയോളജിസ്റ്റ് കാണും, പെത്തോളജിസ്റ്റ് കാണും, എപ്പിഡിമിയോളജിസ്റ്റ് കാണും, ന്യൂറോളജിസ്റ്റ് കാണും. ഇങ്ങനെ വളരെ ഒരു ഫോറൻസിക് എക്സ്പെർട്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്വയം നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു രീതിയിലും ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യം വരത്തില്ല. കാരണം ഈ വിദഗ്ധ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരിക്കലും വിദഗ്ധ കമ്മിറ്റി ആവൂല. ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവർ നമ്മളെ സേവ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഇത് രണ്ട് രീതിയിലുള്ള ഇതിലോട്ട് എത്ര ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അടുത്തിലോട്ട് പോകാം. ഇതുപോലെ തന്നെയാണ് ഇതിനോടനുബന്ധിച്ച് ഒരു സർവൈലൻസ് ചെയ്യാറുണ്ട്. സപ്പോസ് ഒരു വാക്സിൻ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ, സൈഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവൈലൻസ് മസ്റ്റാണ്. കാരണം എന്തുകൊണ്ടുണ്ടായി, അവിടെയാണ് ഏറ്റവും പ്രധാനമായ ഈ പാരഗ്രാഫ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവോൾവ്മെന്റ് ഓഫ് ആശ, അംഗൻവാടി വർക്കർ, ഹെൽത്ത് സൂപ്പർവൈസേഴ്സ് അറ്റ് ഓൾ ലെവൽസ് തന്നെ വേണം. ഇങ്ങനെ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് അത് അഡ്വേഴ്സ് ഇവന്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ സെക്രട്ടേറിയറ്റ് ഫോം ചെയ്യുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തട്ടിലും ചെയ്യണം. PHC-യിലാണെങ്കിൽ അവിടെ ഒരു തട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ആശ വർക്കർ, JPH, മെഡിക്കൽ ഓഫീസർ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, അത് ആ ഒരു മിനി സെക്രട്ടേറിയറ്റ് എന്ന് പറയാം. ഇത് ഡിസ്ട്രിക്ട് ലെവലിൽ വരും, സ്റ്റേറ്റ് ലെവലിൽ വരും, നാഷണൽ ലെവലിൽ അണ്ടർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആയിട്ട് നമുക്ക് ഈ കമ്മിറ്റിയും ഈ സെക്രട്ടറിയും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് സോണിൽ ഓരോ സോൺസ് ആയിട്ട് തിരിച്ചിട്ട് തന്നെ ഈ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇനി വാക്സിൻ റിസ്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് മീഡിയ, ഇത് വളരെ പ്രധാനം. ഇത് ഞാൻ ഫുൾ അങ്ങ് വായിക്കാം, കാരണം ഇത് വളരെ പ്രധാനമാണ്. കാരണം ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് മീഡിയാസ് ആണ്. അതിൽ നല്ല റോള് എല്ലാ ആശാപ്രവർത്തകർക്കും ഉണ്ട്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ് എന്ത് കാര്യത്തിനും. അറൗണ്ട് വാക്സിൻ സേഫ്റ്റി ഇൻക്ലൂഡിംഗ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് റിയാക്ഷൻസ് റിക്വയർസ് സീരിയസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് എഫേർട്സ് ടുവേഴ്സ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ഫോർ ഇമ്മ്യൂണൈസേഷൻ. നമുക്ക് ഒരു സ്ട്രാറ്റജി തന്നെ ആ രീതിയിൽ ഫോം ചെയ്യണം. ഇനി റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതിന്റെ ഫോർമാറ്റ് തീർച്ചയായിട്ടും നമുക്ക് JPHന്റെ കയ്യിലുണ്ട്.
നമുക്ക് ഇതിന് പ്രോപ്പറായിട്ട് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. ഏതൊക്കെ ലെവലിലാണ്, ഒന്ന് റൂറൽ, ഡീറ്റെയിൽ ഞാൻ വായിക്കുന്നില്ല, ഇതിൽ ഇത്രയും മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. റൂറൽ ഏരിയയിൽ അതിൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആശ വർക്കർ റിപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ANM അല്ലെങ്കിൽ JPHN അതിനെ ടേക്കപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, PHC അല്ലെങ്കിൽ CHCയിലെ മെഡിക്കൽ ഓഫീസർ അതിനെ ഫോർവേഡ് ചെയ്യണം. എല്ലാം നോക്കിയിട്ട് അതിന് പ്രത്യേകം ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. ഞാൻ കോസ്റ്റൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വലിയതുറയിൽ ആണ് എൻ്റെ ലീൻ. അവിടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഒഫീഷ്യലി വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പം വർക്കിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടാണ് തൽക്കാലം വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ഇവന്റ്സ് ഒക്കെ വരുമ്പോഴേ തന്നെ ഞാനൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അതൊന്ന് എല്ലാവരും ആ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ആവശ്യമായിട്ട് കണ്ട് തന്നെ ചെയ്യണം. ഇനി അർബൻ ഏരിയയിലാണെങ്കിൽ ഇത് മെയിനായിട്ട് കോർപ്പറേഷൻ്റെ സ്റ്റാഫാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊക്കെ എവിടെയൊക്കെ ഇൻവോൾവ് ആണോ അവിടെ എല്ലാം ഈ റിപ്പോർട്ടിംഗ് ചെയ്യണം. ഈ ചാനൽസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഓരോ മാസവും ഉണ്ട്. പിന്നെ അത് എല്ലാ മാസത്തിന്റെ നോർമൽ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ കൂടെ തന്നെ പോകും. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഒരു ഡെത്ത് പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അപ്പോഴേ ചെയ്യണം. അതായത് സീരിയസ് ആൻഡ് സിവിയർ AFI റിപ്പോർട്ടിംഗ് ആയിട്ടാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അത് ജസ്റ്റ് എക്സാമ്പിൾ അല്ല, ഇതാണ് സ്ട്രാറ്റജി. സബ് സെന്റർ PHC അല്ലെങ്കിൽ ബ്ലോക്കിൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകും. അർബൻ സെന്റേഴ്സിൽ നിന്ന് ഇവിടെ വരും, സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകും, നാഷണൽ ലെവലിലോട്ട് ഈ റിപ്പോർട്ടിംഗ് പോകണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കറന്റ്ലി മന്ത്ലി ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിപ്പോർട്ടിംഗ് ഉണ്ട്. അതിൽ ശരിക്കും പറഞ്ഞ ഡെത്ത്സ് എത്ര ഉണ്ടായെന്ന് നോക്കണം, ഇഞ്ചക്ഷൻ സൈറ്റ് ആപ്സിസ് ഉണ്ടോ എന്ന് നോക്കണം. ഹൈ ഗ്രേഡ് ഫീവർ 102 ഡിഗ്രിയുടെ മുകളിലുള്ളത് റിപ്പോർട്ടിങ്ങിന്റെ ആവശ്യമുള്ളതാണ്. പക്ഷെ മന്ത്ലി റിപ്പോർട്ടൊക്കെ ആയിട്ട് മതി. പേഴ്സൺ ഇൻകൺസോളബിൾ സ്ക്രീമിംഗ്, കൊച്ച് കൂടുതലായിട്ട് കരയുന്ന ഒരു സിറ്റുവേഷൻ, പ്രത്യേകം DPTക്ക് മോർ ദാൻ 3 hours ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് റിപ്പോർട്ടിങ്ങിലായിട്ട് വേണം, മന്ത്ലി റിപ്പോർട്ടിൽ മതി. പിന്നെ സീഷർ ജന്നി ഉണ്ടോ എന്ന് നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൈപ്പോടെൻസീവ് ഹൈപ്പോ റെസ്പോൺസീവ് എസ്കോർ, അതായത് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് പെട്ടെന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്നത്. പിന്നെ അതർ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടെ നോക്കണം. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴേ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നുണ്ടോ, മുഴകൾ വരുന്നുണ്ടോ നോക്കുക, TBയുടെ BCGയുടെ കൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു നോക്കുക, എല്ല് സംബന്ധമായ പ്രോബ്ലം ഉണ്ടോ നോക്കുക. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ടഡ് ആയിട്ട് മാറ്റേണ്ട കാര്യമാണ്. സീരിയസ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വേണ്ട കണ്ടീഷൻസ് ആണ്. അതിനെ പേഷ്യന്റ് ഡയറക്റ്റ് ആയിട്ട് പോലും റിപ്പോർട്ട് ചെയ്യണം. ഹെൽത്ത് കെയർ വർക്കർ, നിങ്ങൾ എല്ലാവരെയും ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ്. കെയർ പ്രൊവൈഡർ ട്രീറ്റിംഗ് ദ കേസ്. ഇപ്പം അവിടെയൊക്കെ തന്നെ ഒരു വാക്സിനേഷൻ എടുത്തിട്ട് വരുന്ന ഒരു കുട്ടിക്കാണ് എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വരുന്നത് നമ്മുടെ അടുത്തായിരിക്കും, പീഡിയാട്രിഷ്യൻസിന്റെ അടുത്തായിരിക്കും. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ചെയ്യാറുണ്ട് അത്. ഞാൻ മിക്കവാറും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻക്ലൂഡ് എൻ്റെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് അപ്പോഴേ തന്നെ ഏത് ഹെൽത്ത് സെന്ററിൽ നിന്നാണെന്ന് അന്വേഷിച്ചിട്ട് അവിടുത്തെ മെഡിക്കൽ ഓഫീസറിനെയും അവിടുത്തെ JPHനെയും കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ഇൻഫോം ചെയ്യാറുണ്ട്. ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ടേക്കപ്പ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സൂപ്പർവൈസിങ് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാഫ്, ഫാർമസി ഡിസ്പെൻസിങ് വാക്സിൻ, പിന്നെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് സെന്റേഴ്സ്, ഇങ്ങനെ ആർക്ക് വേണോ സീരിയസ് ഇവന്റ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യാം. ഏറ്റവും പ്രധാന റിപ്പോർട്ടിംഗ് അല്ല, ചികിത്സയാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇനിഷ്യേറ്റ് കേസ് മാനേജ്മെന്റ് ആസ് പ്രയോറിറ്റി ഓവർ AFI റിപ്പോർട്ടിംഗ്. ഹെൽത്ത് അതോറിറ്റീസ് നീഡ് ടു ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ടു ഓൾ റിപ്പോർട്ടഡ് AFI. അപ്പം പെട്ടെന്ന് ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഇതുപോലെയാണ് മൈനർ കാര്യത്തിൽ മൈനർ AFI ദാറ്റ് ആർ ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ഹെൽത്ത് സ്റ്റാഫ്. നമുക്ക് എന്തെങ്കിലും ഒരു മൈനർ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ് റിപ്പോർട്ടർ ആണെങ്കിൽ അത് മന്ത്ലിയിലെ ലൈൻ ലിസ്റ്റിൽ മാത്രം പോയാൽ മതി. ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും റിപ്പോർട്ടബിൾ AFI, ഇത് ഒറ്റ സ്ലൈഡായിട്ട് എന്തൊക്കെയാണ് നമ്മൾ റിപ്പോർട്ടബിൾ ആയിട്ട് പറയേണ്ടത്. അലർജി എന്നൊക്കെ പറയുമ്പോൾ ഇഷ്യൂ സംഭവിച്ചു, ഹോസ്പിറ്റലൈസേഷനോ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റിയാലും അനാഫ്ലാക്സിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. പിന്നെ കരച്ചിൽ 3 മണിക്കൂർ കൂടുതൽ ഒരു കുട്ടി വാക്സിനേഷൻ എടുത്തിട്ട് കരയുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. നേരെ HHE ഹൈപ്പോടെൻസീവ് ഹൈപ്പോ റെസ്പോൺസീവ് എപ്പിസോഡ് ചെയ്യണം. ടോക്സിക് ഷോക്ക് സിൻഡ്രോം, അതായത് ദേഹമെല്ലാം പഴുത്തു വരുന്ന ഒരു സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ലോക്കലായിട്ട് സിവിയർ ലോക്കൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ശരീര സെപ്സിസ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ചെയ്യണം. ആപ്സിസ് ഉണ്ടാകുകയാണെങ്കിൽ ചെയ്യണം. ജന്നി ഉണ്ടാകുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം, ഇൻക്ലൂഡിങ് ഫെബ്രൈൽ സീഷർ, എൻകോഫലോപ്പതി. പിന്നെ ദേഹം തളർന്നു പോവുക, അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ്, പ്രത്യേകിച്ചും പോളിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രേക്കിയൽ ന്യൂറൈറ്റിസ്, ഇഞ്ചക്ഷൻ എടുത്തു പക്ഷേ കൈ തളർന്നു പോയി, തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണം. കുടല് അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിസ്കോപ്പിക് ആയിട്ട് പോകുന്ന ഒരു സ്റ്റേജ്, എന്തെങ്കിലും വയറിന് പ്രോബ്ലം ഉണ്ടാകുന്നു, പ്രത്യേകം റോട്ടാ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട്. പിന്നെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറവ് വരിക, ശരീരത്തിൽ മുഴകൾ വരിക, BCG ഇൻഫെക്ഷന്റെ പ്രശ്നം ഉണ്ടാകുക. ഇനി ലാസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം, ഡെത്ത് ഡ്യൂ ടു എനി റീസൺ അതർ ദാൻ എബോവ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ കൊടുത്തിട്ട് 1-2 ദിവസത്തിന് മറ്റു ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. കാരണം അല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് റിപ്പോർട്ടിംഗ് മസ്റ്റ് ആണ്. പിന്നെ ഹോസ്പിറ്റൽ നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നമില്ല. അതിനുമുമ്പ് തന്നെ എല്ലാവരും പത്രക്കാരെല്ലാം പൊക്കി വരെ അത് റിപ്പോർട്ടഡ് ആകും. ഹോസ്പിറ്റലൈസേഷൻ ഡ്യൂ ടു എനി റീസൺ അതർ ദാൻ എബോവ്, ഡിസേബിലിറ്റി, ക്ലസ്റ്റർ ഓഫ് ഇൽനെസ്സസ് വരെയാണെങ്കിൽ എനി അതർ സിവിയർ അൺയൂഷ്വൽ ഇവന്റ്സ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി സീരിയസ് ആൻഡ് സിവിയർ AFI, അത് അതിന് പ്രത്യേകിച്ച് ഫോംസ് ഉണ്ട്, റുട്ടീൻ ആൻഡ് ടൈം ലൈൻസ് ഉണ്ട്. പിന്നെ കേസ് റിപ്പോർട്ട് ഫോർമാറ്റിൽ പേഷ്യൻ്റെ കാര്യങ്ങൾ, ഇവന്റ്, വാക്സിൻ, റിപ്പോർട്ടർ, ഇതൊക്കെയാണ് കേസ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. ഹെൽത്ത് വർക്കർ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ ഓഫീസർ അറിയിക്കണം. കൺഫേം ചെയ്യാനാണ് മെഡിക്കൽ ഓഫീസർ ചെയ്യുന്നത്. കംപ്ലീറ്റ് കേസ് റിപ്പോർട്ടിംഗ് ഫോം ചെയ്യണം. വിത്തിൻ 24 hours ചെയ്യണം. പ്രൈവറ്റിൽ നിന്നും നമുക്കിത് ചെയ്ത് കൊണ്ടുവരണം. പ്രൈവറ്റിൽ എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടമയാണ് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടത്. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും, പ്രത്യേകിച്ചും നമ്മുടെ പ്രവീണൊക്കെ അതിൻ്റെ ആൾക്കാരാണ്, റിപ്പോർട്ടിംഗ് ഉണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പം വളരെ നല്ലതാണ്. കാരണം അത് ഡോക്ടർ പ്രവീണിന്റെ നേതൃത്വത്തിലാണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ നന്നായിട്ട് നടക്കുന്നത്. കോവിഡിന്റെ കാര്യത്തിലാണ്. പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടാണ് ഡിസ്ട്രിക്ട് ലെവലിലോട്ട് പോകുന്നത്. വിത്തിൻ 24 hours. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവലിലോട്ട് ഈ ഇൻഫർമേഷൻ പോവും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ എവിടെ പോകുന്നു? നാഷണൽ ലെവലിൽ, മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പോകുന്നു. കാരണം ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റി അതാണ്. നമ്മളിപ്പം വാക്സിൻ ഫ്രീ ആയത് ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോ വാക്സിനേഷനും അതിനോടൊപ്പം ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, MOH ഫാമിലി വെൽഫെയർ ആണ്. അത് വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇച്ചിരി സമയം 5 മിനിറ്റൊക്കെ കൂടുതലായെന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരും ക്ഷമയോടെ കേട്ടിരുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ അഞ്ജുവും വളരെ ബിസി ആയിട്ടുള്ള പ്രാക്ടീഷണറാണ്. ഡോക്ടർ അഞ്ജുവിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആവശ്യമുള്ളത്. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി വിനോദ് സാർ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് AFI റിപ്പോർട്ടിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഏരിയയിലുള്ള ഒരു കുട്ടി പെൻഡാവാലന്റ് വാക്സിൻ എടുത്തു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ തിരിച്ച് പെൻഡാക്സിം എന്നൊരു വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഈ പെൻഡാവാലന്റ് വാക്സിനും പെൻഡാക്സിനും ഒന്ന് തന്നെയാണോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. അപ്പൊ അത് ശരിക്കും ഒന്നല്ല, അത് വ്യത്യാസമുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലുള്ള കുറച്ചധികം വാക്സിനുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ വാക്സിനേഷന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഈ വാക്സിനുകൾ എന്താണെന്ന് നമ്മുടെ ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയിൽ ഇല്ലാത്ത വാക്സിനുകളൊക്കെ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിവ് നൽകാൻ വേണ്ടി നമ്മുടെ അഞ്ജു ഡോക്ടറെ ക്ഷണിക്കാം. Thank you, Dr. Praveen. Good afternoon, DMO sir, RCH madam, DPM sir, Santosh sir, Narayanan sir, Dr. Riaz. ടോക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ നിങ്ങളോട് സംസാരിക്കാൻ അവസരം ഒരുക്കി തന്നതിന് ഡോക്ടർ പ്രവീണിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പ്രവീൺ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. യെസ്. ഓക്കെ, ഡോക്ടർ പ്രവീൺ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടർ സുനിയും ഡോക്ടർ ബെന്നറ്റും നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനെ പറ്റി സംസാരിച്ചു. എന്തൊക്കെ വാക്സിൻസ് ആണ് ഗവൺമെന്റിൽ കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് വളരെ നല്ലോണം അറിയാം. അപ്പോൾ അത് കൂടാതെ വാക്സിനേഷൻ എന്തൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് സെറ്റപ്പിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒരു സെക്കൻഡ്, സ്ലൈഡ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ കാണുന്ന നാഷണൽ ഷെഡ്യൂളിൽ ഇല്ലാത്ത പല വാക്സിൻസും ഇപ്പോൾ പ്രൈവറ്റ് സെറ്റപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നായിരിക്കും നിങ്ങളിൽ പലരും ആലോചിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ആ വാക്സിൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നതെന്നും അത് എന്തൊക്കെ വാക്സിൻ ആണെന്നും എന്തിനാണ് അത് പ്രതിരോധിക്കുന്നതെന്ന് എന്നുള്ളതാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ വാക്സിൻസ് പണ്ട് കാലത്ത് ഓപ്ഷണൽ എന്ന് പറഞ്ഞിരുന്ന വാക്സിൻസ് ആണ്. ഇപ്പോൾ ഓപ്ഷണൽ വാക്സിൻ എന്നറിയപ്പെടുന്ന ഒരു വാക്സിനും ഇല്ല. എല്ലാ വാക്സിനും ആളുകളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അവർക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യണം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ വാക്സിനെ പറ്റിയും നമ്മൾ ഉള്ള അറിവ് അതാത് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അവർക്ക് ഏത് വാക്സിൻ ആണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഒരു കാരണവശാലും ഒരു കുഞ്ഞിനും ഒരു വാക്സിനും ഡിനൈ ചെയ്യപ്പെടാൻ പാടില്ല. അവരുടെ അറിവില്ലായ്മ കൊണ്ട് എടുത്തില്ല എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഓരോ പേഷ്യന്റിനോടും അതാത് ഏജിനനുസരിച്ച് ഏതൊക്കെ വാക്സിൻ ഉണ്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നത്. നേരത്തെ സുനി പറഞ്ഞതുപോലെ കോമ്പിനേഷൻ വാക്സിൻസ് ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ യൂസ് ചെയ്യുന്ന പെന്റാവാക് വാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിനും ഒരു കോമ്പിനേഷൻ വാക്സിനാണ്. എന്തുകൊണ്ട് നമ്മൾ കോമ്പിനേഷൻ വാക്സിൻസ് ഓപ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ അസുഖങ്ങൾക്ക് പല സ്ഥലത്ത് കുത്തുകൾ കൊടുക്കേണ്ടി വരികയാണെന്ന് വെച്ചാൽ അത് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് 5ഓ 6ഓ അസുഖങ്ങളിലുള്ള മരുന്നുകൾ ഒരുമിച്ച് ചേർത്ത് ഒരു ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് കോമ്പിനേഷൻ വാക്സിൻസ്. അപ്പൊ ഈ കോമ്പിനേഷൻ വാക്സിൻസിൽ തന്നെ പലതരം വാക്സിനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോ കോവിഡിന്റെ സമയത്ത് എന്തുകൊണ്ട് കോമ്പിനേഷൻ വാക്സിൻസ് പ്രിഫർ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ആളുകൾ വരുന്നതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. അതായത് കുറച്ച് ഹോസ്പിറ്റൽ വിസിറ്റ് മതി, ഓരോ വിസിറ്റിലും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വാക്സിൻസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന പോളിസി. അതുപോലെ മിക്ക കോമ്പിനേഷൻ വാക്സിൻസും പ്രൈവറ്റ് സെറ്റപ്പിൽ വരുന്നത് സിംഗിൾ വയലായിട്ടാണ്. നമ്മൾ മൾട്ടി വയൽസ് പ്രൈവറ്റ് സെറ്റപ്പിൽ യൂസ് ചെയ്യുന്നില്ല. എല്ലാ വാക്സിനും അതിന്റെ ഓരോ കുഞ്ഞിന് എടുക്കുന്നതും ഒരു ബോക്സിൽ ഒരു വാക്സിനും അത് എടുക്കാനുള്ള സിറിഞ്ചും അടങ്ങിയ പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കണ്ടാമിനേഷൻ നമ്മൾ കുറയ്ക്കുന്നു. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് എടുക്കേണ്ട സമയവും കുറവാണ്. സാധാരണ വാക്സിൻ പോലെ തന്നെ ഈ വാക്സിൻസ് ഐയവും സബ്ക്യൂട്ടേനിയസും ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ കോമ്പിനേഷൻ വാക്സിൻസിൽ ഒരേ കോമ്പിനേഷനിൽ തന്നെ പല ബ്രാൻഡും അവൈലബിൾ ആണ്. അധികവും അതിന്റെ വിലയിലാണ് വ്യത്യാസം. അപ്പം ഒരിക്കൽ ഒരു ബ്രാൻഡ് കൊടുത്ത് പിന്നെ ഒരു ബ്രാൻഡ് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ഐഡിയലി അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. കഴിയുന്നതും ഏത് ബ്രാൻഡ് വെച്ച് നമ്മൾ തുടങ്ങിയോ അത് തന്നെ വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവസാനം വരെ കൊടുക്കണം. എന്തെന്നാൽ ഒരേ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിന്റെ പ്രൊഡക്ഷനിൽ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന എഡ്ജുവൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കോമ്പിനേഷനുള്ള ഒരു കമ്പനിയുടെ വാക്സിൻ കൊടുത്ത് വേറൊരു കമ്പനിയുടെ വാക്സിൻ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ ഇഫക്റ്റ് കുറയാനും അതുപോലെ തന്നെ അഡ്വേഴ്സ് റിയാക്ഷൻസ് കൂടാനും ഉള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ടിരിക്കുന്നത്, പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഈ കോമ്പിനേഷൻ വാക്സിൻസ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം കുട്ടികളിലെ വാക്സിനേഷന്റെ അളവ് കൂടുകയും അതുപോലെ കറക്റ്റ് സമയത്ത് വന്ന് മാക്സിമം എമൗണ്ട് ഓഫ് വാക്സിനേഷൻസ് എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് WHO നടത്തിയിരിക്കുന്ന സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് പ്രൈമറി വാക്സിനേഷൻ ഷെഡ്യൂളിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൈമറി വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് DTWP, അതായത് ഹോൾസെൽ പെർട്ടിസസ് അടങ്ങിയ ട്രിപ്പിൾ വാക്സിൻ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കുട്ടികളുടെ അസോസിയേഷനായ IAPയും അതുപോലെ തന്നെ WHO-വും പറഞ്ഞിരിക്കുന്നത് പ്രൈമറി വാക്സിനേഷൻ ഷെഡ്യൂളിൽ DTWP പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വാക്സിനാണ് DTAP അഥവാ എസെല്ലുലാർ പെർട്ടിസസ് വാക്സിൻ. ബെന്നറ്റ് സർ പറഞ്ഞതുപോലെ WP ഹോൾസെൽ പെർട്ടിസസ് വാക്സിനിലെ ആന്റിജൻസിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി റിയാക്ഷൻ കുറവാക്കി ഉണ്ടാക്കുന്ന വാക്സിനാണ് DTAP വാക്സിൻ. അതിന്റെ ഉണ്ടാക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അത് തരുന്ന പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് ഈ രണ്ട് വാക്സിന്റെയും ഒരേ അസുഖങ്ങൾക്കെതിരെയാണ് ഇഫക്റ്റ് വരുന്നത്. ഈ കമ്പൈൻഡ് വാക്സിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹെക്സാവലന്റ് വാക്സിൻ ആവാം, ട്രൈവലന്റ് വാക്സിൻ ആവാം, ക്വാഡ്രിവലന്റ് വാക്സിൻ ആവാം, അല്ലെങ്കിൽ പെന്റാവലന്റ് വാക്സിൻ ആവാം. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വാക്സിനിൽ ഏറ്റവും അധികം വാക്സിൻസ് ഒരുമിച്ച് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ഗ്രൂപ്പാണ് ഹെക്സാവലന്റ് വാക്സിൻസ് എന്ന് പറയുന്നത്. അതായത് ഹെക്സ അല്ലെങ്കിൽ 6 അസുഖത്തിനുള്ള പ്രതിരോധ മരുന്നുകൾ ഒരുമിച്ച് ഒരു വയലിൽ വരുന്നതാണ് ഈ ഹെക്സാവലന്റ് വാക്സിൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പം നമുക്ക് 2 ബ്രാൻഡാണ് കിട്ടുന്നത്. സനോഫി എന്ന് പറയുന്ന കമ്പനിയുടെ ഹെക്സാക്സിമോ, GSK എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻഫെൻട്രിക്സ് ഹെക്സയും. ഈ 2 വാക്സിനകത്തും ഉള്ളത് DTAP, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ഇഞ്ചെക്റ്റബിൾ പോളിയോ വാക്സിൻ. ഈ 6 മരുന്നുകളാണ് ഈ ഹെക്സാവലന്റ് വാക്സിനിൽ ഒരുമിച്ച് വരുന്നത്. ഈ 6 മരുന്നും ലിക്വിഡ് ഫോമിൽ ഒരു വയലായിട്ടാണ് വരുന്നത്. അതിന്റെ കൂടെ ഇഞ്ചക്ഷൻ വെക്കാനുള്ള ഒരു സിറിഞ്ചുമുണ്ട്. ഇത് നമ്മൾ പ്രൈമറി വാക്സിനേഷൻ ഷെഡ്യൂൾ കൊടുക്കുന്ന പോലെ തന്നെ, പെന്റാവാക്ക് കൊടുക്കുന്ന പോലെ തന്നെ 6ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ചയിലാണ് കൊടുക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഇത് 3 ഡോസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ മിനിമം 2 IPV പ്രൈമറി ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് നമ്മൾ 6ാമത്തെ ആഴ്ചയിലും 14ാമത്തെ ആഴ്ചയിലും ഇത് കൊടുത്തിട്ട് 10ാമത്തെ വീക്കിൽ വേണമെങ്കിൽ പെന്റാവാക് വാക്സിൻ കൊടുക്കാവുന്നതാണ്. IM ആയിട്ടാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. 0.5 ml വയലായിട്ടാണ് വരുന്നത്. ആ വയലിന്റെ കൂടെ തന്നെ വളരെ നേർമയുള്ള ഒരു സൂചിയാണ്. ആ നീഡിൽ ജസ്റ്റ് നമ്മൾ ആ
പ്രീഫിൽഡ് സിറിഞ്ചിലോട്ട് കണക്ട് ചെയ്തിട്ട് IM ആയിട്ടാണ് ഈ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത്. വലിയ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഇല്ലാത്ത ഒരു വാക്സിൻ ആണ്. ചെറിയ പെയിൻ അല്ലെങ്കിൽ കുത്തിവെച്ച സ്ഥലത്ത് ചെറിയ നേരിച്ച ഒരു റെഡ് കളറേഷൻ അല്ലാതെ ഇതുവരെ നമ്മൾ അതിന് വലിയ റിയാക്ഷൻസ് കണ്ടിട്ടില്ല. പനി വരുന്നതിന്റെ അളവും കുറവാണ്. ഇതുപോലെയുള്ള വേറൊരു കോമ്പിനേഷനാണ് DTWPയുടെ കൂടെ ഇൻഫ്ലുവൻസയും ഹെപ്പറ്റൈറ്റിസ് ബിയും ഇഞ്ചെക്റ്റബിൾ പോളിയോയും കൂടെ ഉള്ളത് EC6 എന്ന് പറയുന്ന വാക്സിനേഷൻ. ഇതിന്റെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ എസെല്ലുലാർ പെർട്ടുസിസിന് പകരം DTWP ആണ്. അതായത് നമ്മൾ ഈ ഗവൺമെന്റിൽ കൊടുക്കുന്ന പെൻഡാവാക്കിനോട് കൂടെ IPVയും കൂടെ ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ വാക്സിനാണ്. ഒരൊറ്റ വ്യത്യാസം, ഇത് ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. പൊടിയിലോട്ട് നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ച് കലക്കി മിക്സ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇതും 0.5 ml IM ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ DTAPയെക്കാളും വില കുറവാണ്. 1500-2000 രൂപയുടെ കുറവുണ്ട്. നേരെ മറിച്ച് ഹെക്സാക്സിമും ഇൻഫെൻട്രിക്സയും 3000-3500 രൂപ വില വരുന്ന വാക്സിൻസ് ആണ്. ഇവിടെ ഒരൊറ്റ ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഈ DTWP ലിക്വിഡ് ഫോമിൽ ആയതുകൊണ്ട് IPV ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വേറെ വാക്സിൻസ് വേൾഡ് ഓവർ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ കാരണം IPVയുടെ ഇഫക്റ്റ് കുറച്ച് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു ചെറിയ അഡ്വേഴ്സ് ഒരു പോയിന്റ്. പിന്നെയുള്ളത് പെൻറ്റാവലൻ വാക്സിൻ എന്ന് പറയുന്ന 5 അസുഖങ്ങൾക്ക് ഒരുമിച്ചുള്ള വാക്സിനാണ്. നമ്മുടെ പെൻറ്റാവാക്ക് ഗവൺമെന്റിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ DTAP ഉള്ള വാക്സിനാണ് ഈ പെൻറ്റാക്സിം എന്ന് പറയുന്ന വാക്സിൻ. അതിനകത്ത് എസെല്ലുലാർ പെർട്ടുസിസ് വാക്സിൻ അടങ്ങിയ DTAP, ഇൻഫ്ലുവൻസ, IPV ഈ 5 വാക്സിൻസ് ആണ് പെൻറ്റാക്സിമിലുള്ളത്. ഇത് നമ്മൾ 2016 സ്വിച്ച് ഓവർ നടന്നപ്പം പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും IPV അവൈലബിൾ ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി IPV ഫ്രാക്ഷൻ എടുക്കാൻ പറയുമ്പോൾ ചില ആളുകൾ എടുക്കാൻ വിസമ്മതിച്ചിരുന്ന അവർക്കാണ് നമ്മൾ ഇത് കൊടുത്തിരുന്നത്. ഹെക്സാക്സിം എന്ന് പറയുന്ന വാക്സിൻ ആക്ച്വലി ഇറങ്ങിയിട്ട് ഒരു 1.5 വർഷമേ ആവുന്നുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ പെൻറ്റാക്സിം ആയിരുന്നു പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഹെക്സാക്സിം വന്നതിന് ശേഷം ഈ പെൻറ്റാക്സിം അധികവും നമ്മൾ 18 മാസത്തിലെ ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ DTAP ഉപയോഗിക്കുമ്പോൾ ആ വാക്സിൻ വെച്ച് തന്നെ ബൂസ്റ്റർ കൊടുക്കണം എന്നുള്ളത് ബെന്നറ്റ് സർ പറയുകയുണ്ടായല്ലോ. അതിന്റെ ഇമ്മ്യൂണോജെനിസിറ്റി എഫക്ട് കുറച്ച് കുറയും കാലതാമസം വെച്ച്. അപ്പൊ നമ്മൾ ഓരോ ബൂസ്റ്റർ കൊടുക്കുമ്പോഴും DTAP വെച്ച് തന്നെ ബൂസ്റ്റർ കൊടുത്താലാണ് അതിന്റെ എഫക്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പം അങ്ങനെ പെൻറ്റാക്സിം എടുത്തിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഹെക്സാക്സിം എടുത്തിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ബൂസ്റ്റർ ആയിട്ട് 18 മാസത്തിലാണ് ഈ പെൻറ്റാക്സിം എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നത്. അതും IM ആയിട്ട് 0.5 ml ആണ് കൊടുക്കുന്നത്. ഇതിന്റെ ഏക പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പെയിൻ റിയാക്ഷൻ കുറവാണ്. ഈ 1.5 വയസ്സിലെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ട്, കാലിലുള്ള വേദന ഇങ്ങനെയുള്ളത്, പിന്നെ പനി ഇങ്ങനെയുള്ളത് ഈ വാക്സിന് കുറവാണെന്നുള്ളതാണ്. ഈ വാക്സിൻ അതുപോലെ ആർക്കെങ്കിലും പ്രൈമറി ഷെഡ്യൂളിൽ IPV മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡോസ് ആയിട്ട് 1.5 വയസ്സിൽ കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ പെൻറ്റാവലൻ വാക്സിൻ നമ്മൾ കൊടുക്കുന്ന ഗവൺമെന്റിൽ കൊടുക്കുന്ന സെയിം വാക്സിൻ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ പ്രീഫിൽഡ് സിറിഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഇത് സെയിം മൾട്ടിവയൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അതേ വാക്സിൻ തന്നെ സിംഗിൾ ഡോസ് ആയിട്ട് വയൽ ലിക്വിഡ് ഫോമിൽ ഒരു നീഡിലുമായിട്ട് വരുന്ന ഒരു പാക്കറ്റ് ആണ് ഇങ്ങനെ. അത് നമ്മൾ കൊടുക്കാറുണ്ട്. ഈ വാക്സിൻ കൊടുക്കുമ്പോൾ ഇതിന്റെ കൂടെ IPV ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്റ്റാൻഡ് അലോൺ IPV സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്കൻഡ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കണം. നേരെ മറിച്ച് ഇൻഫെൻട്രിക്സെക്സിയോ ഹെക്സാക്സിമോ ആണെങ്കിൽ ഇതും കൂടെ IPVയും കൂടെ ചേർന്ന് ഒരൊറ്റ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി വേറെയുള്ള ഒരു വാക്സിനാണ് ക്വാഡ്രിവലൻ വാക്സിൻ. ഇതിപ്പോ വാക്സിനിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. 1 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. ഈ വാക്സിൻ എന്ന് പറയുന്നത് DTAPയും IPVയും കൂടെയുള്ള വാക്സിനാണ്. നമ്മളിത് 4 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെ കൊടുക്കാനാണ് ഇത് അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. ഈ വാക്സിൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 4.5 വയസ്സിന്റെ ബൂസ്റ്ററിന്റെ സമയത്താണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 2016 കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്വിച്ച് ഓവർ നടത്തിയപ്പം ഒരുപാട് കുട്ടികൾ, ഓൾമോസ്റ്റ് ഒരു 50% നമ്മുടെ പോപ്പുലേഷൻ പ്രൈവറ്റ് സെറ്റപ്പിൽ നിന്നാണ് വാക്സിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും IPV കംപ്ലീറ്റ് ഡോസ് കിട്ടിയിരുന്നില്ല. നമ്മൾ IM ആയിട്ട് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഐദർ ഒരു സിംഗിൾ ഡോസ് അല്ലെങ്കിൽ അതുപോലും കിട്ടാതെ പോയ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുട്ടികളെ നമ്മളിപ്പോൾ 4.5 വയസ്സ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും IPV കൊടുത്തിരിക്കണം എന്നതാണ് ഇപ്പോഴത്തെ IAPയുടെ റെക്കമെൻഡേഷൻ. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ 4 to 6 ഇയേഴ്സിൽ ടെട്രാക്സിം ഒരു ഡോസ് ആയിട്ട് കൊടുക്കും. അല്ലാതെ തന്നെ DTAP ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്ന കുട്ടികൾ, അതായത് പ്രൈമറി ഷെഡ്യൂൾ ഈ ഹെക്സാവലൻ വാക്സിൻ ഉപയോഗിച്ചു, 1.5 വയസ്സായപ്പോൾ പെൻറ്റാക്സിം എടുത്തു, അങ്ങനെയുള്ള കുട്ടികൾക്കും നമുക്ക് ഈ ക്വാഡ്രിവലന്റ് വാക്സിൻ ടെട്രാക്സിൻ കൊടുക്കാം. പക്ഷെ 4 ഡോസ് IPV കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞിന് നിർബന്ധപൂർവ്വം 5ാമത്തെ ഡോസ് IPV കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ പേരൻസ് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളിൽ ഈ ക്വാഡ്രിവലന്റ് വാക്സിൻ യൂസ് ചെയ്യുന്നുള്ളൂ.
വേറെ ഒരു ക്വാഡ്രിവലന്റ് വാക്സിൻ മാർക്കറ്റിലുള്ളത് DTWP-യും H ഇൻഫ്ലുവൻസയും കൂടെയുള്ള വാക്സിനാണ് ക്വാഡ്രോവാക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ 1.5 വയസ്സിന്റെ വാക്സിന് ഇപ്പം ഈ പറയുന്ന പെൻടാക്സിം എഫോർഡ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ ക്വാഡ്രോവാക്സ് വാക്സിൻ ആണ് കൊടുക്കുന്നത്. രണ്ടും 0.5 ml IM ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ 2020 IAP റെക്കമെൻഡേഷൻ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള രാജ്യങ്ങളിൽ പലയിടത്തും പോളിയോ ഉള്ളത് കൊണ്ട് എല്ലാ കുട്ടികൾക്കും മിനിമം 1 ഡോസെങ്കിലും പോളിയോ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പേ ഇഞ്ചെക്റ്റബിൾ പോളിയോ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ടെട്രാക്സിൻ ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂളിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴിയുമെങ്കിൽ 4 or 5 ഡോസ് ഇഞ്ചെക്റ്റബിൾ പോളിയോ കൊടുക്കുന്നതാണ് ഐഡിയൽ സിറ്റുവേഷൻ. ഇനി വേറെയുള്ള ഒരു വാക്സിനാണ് നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിലും യാതൊരു കാരണവശാലും ഇത്രയും വിലയുള്ള വാക്സിൻ ആയതുകൊണ്ട് DTAP എന്ന് പറയുന്ന വാക്സിൻ DTWP-യേക്കാളും സുപ്പീരിയർ അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ഏക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഡ്വേഴ്സ് റിയാക്ഷൻസ് കുറവാണ്. പനി, വേദന, നിർത്താതെയുള്ള കരച്ചിൽ ഇങ്ങനെയുള്ളത് ഈ വാക്സിൻ എടുക്കുമ്പോൾ കുറവാണ്. പക്ഷേ ബെന്നറ്റ് സർ പറഞ്ഞതുപോലെ കാലതാമസം വരുമ്പോൾ DTWP-യും DTAP-യും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 വർഷം കഴിയുമ്പോൾ പ്രതിരോധ ശേഷി നിലനിൽക്കുന്നത് DTWP-ക്കാണ് കുറച്ചും കൂടെ കൂടുതൽ. അതുകൊണ്ട് DTAP വാക്സിൻ എടുത്തിട്ടുള്ള കുട്ടികളിൽ പീരിയോഡിക്കലായിട്ട് അത് റിപ്പീറ്റ് ചെയ്യണം. അതായത് 4.5 വയസ്സിലും 10 വയസ്സിലും ഇതേ കോമ്പണൻസ് ഉള്ള വാക്സിൻ തന്നെ കൊടുത്താലേ അവർക്ക് ആ ഇമ്മ്യൂണോജെനിസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ. വാക്സിനേഷൻ ഷെഡ്യൂൾ DTAP-യുടെയും DTWP-യുടെയും ഒരേപോലെയാണ്. നമുക്ക് DTWP എടുത്ത ഒരു കുഞ്ഞിന് പെട്ടെന്ന് രാത്രി വല്ലാത്ത റിയാക്ഷൻ വന്നു, നിർത്താതെ 3 മണിക്കൂറിൽ കൂടുതൽ കരയുന്നു, പനിച്ചിട്ട് ഫിറ്റ്സ് വരുന്നു, അങ്ങനെയുള്ള കുട്ടികളിൽ നമുക്ക് 2ാമത്തെയും 3ാമത്തെയും വാക്സിൻ DTAP എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതായത് 6th വീക്കിൽ DTWP എടുത്തു, പക്ഷെ അത് ടോളറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 10ാമത്തെ ആഴ്ചയിലും 14ാമത്തെ ആഴ്ചയിലും നമുക്ക് DTAP കൊടുക്കാം. അങ്ങനെ സ്വിച്ച് ഓവർ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രതിരോധ ശേഷിയിൽ ചേഞ്ച് വരുന്നില്ല. മറിച്ച് DTAP ഫസ്റ്റ് ഡോസ് ആയി എടുത്ത ഒരു കുട്ടിക്ക് അത് തുടരാൻ അവർക്ക് സാമ്പത്തികമായി, ഇപ്പൊ കോവിഡിന്റെ സമയമാണ്, പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ ആദ്യത്തെ വാക്സിൻ എടുത്തതിന് ശേഷം അവർക്ക് 2ാമത്തെയും 3ാമത്തെയും വാക്സിൻ DTAP പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഗവൺമെന്റ് ആശുപത്രിയിൽ വരികയാണെങ്കിൽ അവർക്ക് DTWP തന്നെ ഓഫർ ചെയ്യാം. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഹെക്സാക്സിമോ ഇൻഫാൻട്രിക്സ് എക്സയോ എടുത്ത ഒരു പേഷ്യന്റ് ചിലപ്പോൾ PHC-യിൽ വരുമ്പം നിങ്ങൾ എടുത്ത വാക്സിൻ തന്നെ എടുത്തോളൂ, അതിന്റെ ആവശ്യമില്ല. അവർക്ക് നമുക്ക് DTWP വെച്ച് കൊടുത്ത് കണ്ടിന്യൂ ചെയ്താലും സെയിം ഇമ്മ്യൂണോജെനിസിറ്റി തന്നെ കിട്ടും. പിന്നെ ഈ DTAP എന്ന് പറയുന്ന വാക്സിൻ 7 വയസ്സിന് ശേഷം സാധാരണഗതിയിൽ യൂസ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഇപ്പൊ വാക്സിൻ ഡിഫോൾട്ടേഴ്സിന് 7 years കഴിഞ്ഞാൽ നമ്മൾ DTAP കൊടുക്കില്ല. അതിന് റിയാക്ടോജെനിസിറ്റി കൂടുതലാണ് ആ പ്രായം കഴിഞ്ഞാൽ. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള വാക്സിനാണ് TDAP അല്ലെങ്കിൽ DTPA എന്ന് പറയുന്ന വാക്സിൻ. ഇവിടെ ഇതും TD-യും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ TD-യിൽ പെർട്ടിസിസ് വാക്സിൻ ഇല്ല, അതായത് വില്ലൻ ചുമയ്ക്കുള്ള വാക്സിൻ ഇല്ല. നേരെ മറിച്ച് TDAP-നകത്ത് എസെല്ലുലാർ പെർട്ടിസിസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 10 വയസ്സ് 12 വയസ്സിൽ കൊടുക്കുന്ന ബൂസ്റ്റർ TD-ക്ക് പകരം പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ബൂസ്ട്രിക്സ് എന്ന് പറയുന്ന വാക്സിനാണ്. ഈ വാക്സിൻ എന്തുകൊണ്ട് തിരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് 4.5 വയസ്സിൽ 5 വയസ്സിൽ നമ്മൾ എടുക്കുന്ന ബൂസ്റ്റർ ഡോസ് കഴിഞ്ഞ് 10ാമത്തെ വയസ്സാവുമ്പോഴത്തേക്കും ഈ പെർട്ടിസിന്റെ ഇഫക്റ്റ് ഒരു 3 വർഷം കഴിയുമ്പോൾ കുറഞ്ഞു തുടങ്ങും. അങ്ങനെ കുറഞ്ഞു തുടങ്ങിയിട്ട് അഡോളസെന്റ് ആയിട്ടുള്ള, അതായത് ഒരു 14 തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വില്ലൻ ചുമ തിരിച്ചു വരുന്നതായിട്ട് കണ്ടു ലോകമെമ്പാടും. അതുകൊണ്ടാണ് 10ാമത്തെ വയസ്സിൽ ഒരു ബൂസ്റ്ററും കൂടെ കൊടുത്താൽ another 4 to 5 years നമുക്ക് വില്ലൻ ചുമ വരുന്നത് കുറയ്ക്കാം. അതുകൊണ്ട് ഈ സെയിം ഷെഡ്യൂൾ നമ്മൾ IAP-യിലും ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 10 വയസ്സിലെ ബൂസ്റ്ററിന് TD-ക്ക് പകരം എഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ TDAP വാക്സിൻ കൊടുത്താൽ പെർട്ടിസിന് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് വലിയ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഒരു വാക്സിനാണ്. കയ്യിൽ ഒരു ചെറിയ വേദന കുത്തുന്നിടത്ത് മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതേ TDAP വാക്സിൻ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് 20 ആഴ്ച പ്രഗ്നൻസി കഴിഞ്ഞാൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഡോക്ടർ ബെന്നറ്റ് പറഞ്ഞതുപോലെ അമ്മമാരിലും നവജാത ശിശുക്കളിലും കാണുന്ന വില്ലൻ ചുമ അസുഖം കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെല്ലാം ഇപ്പോൾ 20 weeks പ്രഗ്നൻസി കഴിഞ്ഞാൽ TDAP ആണ് TD-ക്ക് പകരം പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുന്നത്. ഇത് 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. 7 വയസ്സിൽ താഴെ കൊടുക്കാൻ പാടില്ല. വാക്സിൻ ഡിഫോൾട്ടേഴ്സ് അഥവാ ഉണ്ട്, 5 വയസ്സിലെ വാക്സിൻ മിസ്സായി പോയെങ്കിൽ 7 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് TDAP വാക്സിൻ 1 ഡോസ് കൊടുക്കുകയും അത് കഴിഞ്ഞ് എല്ലാ 10 വർഷവും TD വാക്സിൻ റിപ്പീറ്റ് ചെയ്താലും മതിയായിരിക്കും. ഇനിയിപ്പം
ഡോക്ടർ നാരായണൻ സാർ തുടക്കം പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും അധികം ഇൻഫന്റ് മോർട്ടാലിറ്റി കോസ് ചെയ്യുന്ന അസുഖമാണ്. അതായത് 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മരണനിരക്ക് കൂട്ടുന്ന അസുഖങ്ങളാണ് ഈ പറയുന്ന ന്യൂമോകോക്കൽ ഡിസീസസ് എന്ന് പറയുന്ന അസുഖങ്ങൾ. അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് ഈ ന്യൂമോകോക്കൽ വാക്സിൻ. ഈ ന്യൂമോകോക്കൽ ഡിസീസിന് മോർട്ടാലിറ്റി വളരെ അധികമാണെങ്കിലും നമ്മൾ കറക്റ്റ് വാക്സിൻ കൊടുത്താൽ ഒരു വലിയ തോത് വരെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ന്യൂമോകോക്കൽ ഡിസീസ്. ഈ ന്യൂമോകോക്കൽ ഡിസീസ് എന്ന് പറയുന്നത് സാധാരണ മൂക്കിലും തൊണ്ടയിലും കൂടെ കയറുന്ന ഒരുതരം രോഗാണുവാണ്. അതുകൊണ്ട് നമുക്ക് സൈനസൈറ്റിസ്, ചെവിയിലെ പഴുപ്പ്, ലങ്സിലെ ബാധിക്കുകയാണെങ്കിൽ ന്യൂമോണിയ, ബ്രെയിനിനെ ബാധിക്കുകയാണെങ്കിൽ മെനിഞ്ചൈറ്റിസ്, അതുപോലെ തന്നെ രക്തത്തിൽ കയറിയാൽ സെപ്സിസ്, ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ വന്നിട്ടാണ് പലപ്പോഴും കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്സിനാണ് ഈ ന്യൂമോകോക്കൽ വാക്സിൻസ്. ഇത് ഇന്ത്യയിൽ തന്നെ 5ഓ 6ഓ സ്റ്റേറ്റിൽ, നോർത്തേൺ ഇന്ത്യയിൽ ഇത് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, UP അങ്ങനെയുള്ള സ്റ്റേറ്റ്സിൽ ഓൾറെഡി ഗവൺമെന്റ് ഷെഡ്യൂളിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാക്സിനാണ്. ഇത് നമ്മുടെ നാട്ടിലേക്കും അടുത്ത് തന്നെ 2ഓ 3ഓ വർഷത്തിനകം ഈ വാക്സിൻ വരുമായിരിക്കും. ഇത് 2 തരം വാക്സിനാണ് ന്യൂമോകോക്കൽ വാക്സിൻ ഉള്ളത്. ഒന്ന് പോളിസാക്കറൈഡ് വാക്സിൻ, വേറൊന്ന് കോൺജുഗേറ്റ് വാക്സിൻ. നമ്മൾക്ക് പ്രൈമറി വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് കോൺജുഗേറ്റ് വാക്സിൻസ് ആണ്. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് 13 സീറോ ടൈപ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന 13 തരം രോഗാണുക്കളെ പ്രതിരോധിക്കാൻ പറ്റുന്ന പ്രിവിനാർ 13 എന്ന് പറയുന്ന വാക്സിനും 10 തരം രോഗാണുക്കളെ പ്രതിരോധിക്കാൻ പറ്റുന്ന 2 വാക്സിൻസ് ഉണ്ട്, സിൻഫ്ലോറിക്സും ന്യൂമോസിലും. അതിൽ ഈ ന്യൂമോസിൽ എന്ന് പറയുന്ന വാക്സിൻ നമ്മുടെ ഇന്ത്യൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്സിനാണ്. ഈ വർഷമാണ് അത് വിപണിയിൽ വന്നത്. ന്യൂമോസിലിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് ആണ്. മറ്റേ 2 വാക്സിൻസിന്റെ പകുതി വിലയെ ന്യൂമോസിൽ വാക്സിന് വരുന്നുള്ളൂ. പ്രിവിനാർ 13 സീറോ ടൈപ്സ് കവർ ചെയ്യുമെങ്കിലും നമ്മൾ PCV10 അല്ലെങ്കിൽ ഈ പറയുന്ന സിൻഫ്ലോറിക്സോ ന്യൂമോസിലോ കൊടുത്താലും അതിന്റെ ക്രോസ് റിയാക്ടിവിറ്റി കാരണം PCV10 എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞിന് ഓൾമോസ്റ്റ് PCV13 കവർ ചെയ്യുന്ന അത്രയും സീറോ ടൈപ്സിന്റെ പ്രതിരോധ ശേഷി കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഇത് പ്രൈമറി ഷെഡ്യൂൾ എടുക്കുന്ന പോലെ തന്നെയാണ് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നത്. അതായത് DTPയുടെ കൂടെ തന്നെ 6, 10, 14 വീക്സ് ആ സെയിം സമയത്ത് തന്നെ നമുക്കിത് 6 ആഴ്ച തൊട്ട് 6 മാസം പ്രായം വരെയുള്ള കുട്ടികൾക്ക് എടുക്കാം. വേറൊരു സൈറ്റിൽ കുത്തിവെക്കണമെന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ഇടത്തെ കാലിലാണ് പെന്റാവാക്ക് കൊടുത്തതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ലിംബിലാണ് നമ്മൾ സാധാരണ ന്യൂമോകോക്കൽ വാക്സിൻ വെക്കുന്നത്. ഈ പ്രൈമറി ഡോസ് 3 എടുത്ത കുട്ടികൾക്ക് 1.25 വയസ്സിൽ MMR വാക്സിനോട് കൂടെ നമ്മൾ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കും. നേരെ മറിച്ച് 6 മാസം കഴിഞ്ഞാണ് ന്യൂമോകോക്കൽ വാക്സിന്റെ ഫസ്റ്റ് ഡോസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 12 മാസം വരെ, അതായത് 1 വയസ്സ് വരെ 2 ഡോസും 1 ബൂസ്റ്റർ ഡോസ് 2ാമത്തെ വർഷമാണ് എടുക്കുന്നത്. 1 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെയാണ് എടുക്കുന്നതെങ്കിൽ 2 ഡോസാണ് വേണ്ടത്. 2 മാസം ഗ്യാപ്പ് ഇട്ട് 2 ഡോസ് ബൂസ്റ്ററിന്റെ ആവശ്യമില്ല. 2 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയാണ് ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നതെങ്കിൽ ഒരൊറ്റ ഡോസാണ് പ്രിവിനാർ 13 എന്ന് പറയുന്നത്. പക്ഷെ സിൻഫ്ലോറിക്സിനാണെങ്കിൽ 2 ഡോസ് വേണം, 8 ആഴ്ച ഗ്യാപ്പ് വെച്ച്. ന്യൂമോസിൽ വാക്സിൻ 2 വയസ്സിന് മുകളിൽ കൊടുത്ത പഠനങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ ന്യൂമോസിൽ യൂസ് ചെയ്യാറില്ല. ന്യൂമോസിലിന്റെ ഏക അഡ്വാൻറ്റേജ് ഞാനിവിടെ പറഞ്ഞ മാതിരി അതിന് 2000 രൂപയാണെങ്കിൽ ബാക്കി 2 വാക്സിനും ഓൾമോസ്റ്റ് 4000 രൂപ അടുപ്പിച്ചാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പേരൻസിന് എഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ ന്യൂമോസിലാണ് ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയുള്ള വേറൊരു ന്യൂമോകോക്കൽ വാക്സിനാണ് PPSV ന്യൂമോ 23 എന്ന് പറയുന്ന പോളിസാക്കറൈഡ് വാക്സിൻ. ഇത് നമ്മുടെ നോർമൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു വാക്സിനാണ്. പക്ഷെ 2 വയസ്സിൽ മേലെയുള്ള കുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുക്കാം. ഇത് അധികവും കൊടുക്കുന്നത് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പലതവണ ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ ചെവിയിലെ കോക്ലിയർ ട്രാൻസ്പ്ലാന്റ്, അതായത് കോക്ലിയ മാറ്റി വെക്കുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട വാക്സിനാണിത്. ഇത് നോർമലി 2 വയസ്സ് കഴിഞ്ഞാൽ PCV13, അതായത് നമ്മൾ പറഞ്ഞ പ്രിവിനാർ എന്ന് പറയുന്ന വാക്സിൻ എടുത്ത് 8 ആഴ്ച കഴിഞ്ഞാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. ഇത് IM ആയിട്ട് ഒരൊറ്റ ഡോസാണ്, ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ ഒരു ഡോസാണ്. ഈ പറയുന്ന ന്യൂമോകോക്കൽ വാക്സിൻസിന് 100% പ്രൊട്ടക്ഷൻ ഇല്ല. എന്നാലും ഒരു 80-85% വരെ ന്യൂമോണിയ വരാതിരുത്താനുള്ള കഴിവ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ന്യൂമോകോക്കൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ ബാക്കി റെസ്പിറേറ്ററി സിസ്റ്റംസ്, ബാക്കി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കുറയുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആസ്മ അങ്ങനെയുള്ള കുട്ടികൾക്ക് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നതും നമ്മൾ ന്യൂമോകോക്കൽ വാക്സിൻസ് കൊടുക്കുമ്പോൾ കുറവായിട്ടാണ് കാണുന്നത്. ന്യൂമോകോക്കൽ അണുവിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ
റാമ്പന്റ് ആയിട്ട് അസുഖം കോസ് ചെയ്യുന്ന ഒരു രോഗാണുവാണ് മെനിങ്കോകോക്കസ് എന്ന് പറയുന്നത്. തലച്ചോറിൽ പഴുപ്പ് കെട്ടുക, മെനിഞ്ചൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അണുവാണ് മെനിങ്കോകോക്കൽ ഡിസീസ്. അപ്പൊ ഈ അസുഖത്തിനെതിരായിട്ടുള്ള വാക്സിൻ വെളിനാടുകളിൽ കുറെ വർഷമായിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്ത്യയിൽ ഒരു 3 വർഷമായിട്ടാണ് വന്നു തുടങ്ങിയത്. കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് പോളിസാക്കറൈഡ് വാക്സിൻ ആണ്. അതിന് 2 ടൈപ്പ് ഉണ്ട്, ബൈവാലന്റും ക്വാഡ്രിവാലന്റും. നമുക്കത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് കിട്ടി തുടങ്ങിയിരിക്കുന്നത് മെനിങ്കോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ, ക്വാഡ്രിവാലന്റ് കോൺജുഗേറ്റ് വാക്സിൻ ആണ്. 4 തരം സീറോടൈപ്സ് ഉള്ള മെനെക്ട്ര എന്ന് പറയുന്നതും മെൻഡിയോ എന്ന് പറയുന്നതും സനോഫിയുടെയും GSKയുടെയും 2 കമ്പനിയുടെയാണ് ഈ 2 വാക്സിൻസ്. രണ്ടും ഒരേപോലെ എഫക്റ്റ് ഉള്ള വാക്സിൻ ആണ്. ഇതിന്റെ ഏക ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ വിലയാണ്. 4500 തൊട്ട് 4800 വരെയാണ് ഒരൊറ്റ സിംഗിൾ ഡോസ് വാക്സിന്റെ വില. ഇത് ഒരു ഡോസ് ആണ് റെക്കമെൻഡഡ്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 1 സിംഗിൾ ഡോസ്. ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ആണ്. ഈ വാക്സിൻ കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല ഹേർഡ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയ ശതമാനം ആളുകൾ ഇത് എടുക്കുകയാണെങ്കിൽ മിക്ക വാക്സിൻസിനുമായി എഫക്റ്റ് ഉണ്ടെങ്കിലും ഈ വാക്സിന്റെ ഹേർഡ് പ്രൊട്ടക്ഷൻ റേറ്റ് കുറച്ച് അധികമാണ്. നല്ലപോലെ പ്രതിരോധ ശേഷി കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു വാക്സിനാണ് ഈ മെനിങ്കോകോക്കൽ വാക്സിൻ. ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് പ്രൈവറ്റ് സെക്ടറിലും ഉപയോഗിച്ച് വരുന്നില്ല. ആസ് ഓഫ് നൗ വെളിനാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്കും അതുപോലെ ഇത് ചോദിക്കുന്ന, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന പേരൻസിന്റെ കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ഇതിപ്പോ ഓഫർ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ PCV13 കൊടുത്തതിന് ശേഷം മാത്രമേ PPV23 കൊടുക്കാൻ പാടുള്ളൂ. ഒരേ ദിവസം നമ്മൾ ഇത് രണ്ടും ഇഞ്ചെക്ട് ചെയ്യാറില്ല. അതുപോലെ ന്യൂമോകോക്കൽ വാക്സിനും മെനിങ്കോകോക്കൽ വാക്സിനും ഒരേ ദിവസം കൊടുക്കില്ല. എന്താന്ന് വെച്ചാൽ അതിന്റെ 2 ആന്റിജൻസും നമ്മൾ ഡിഫ്തീരിയ പ്രോട്ടീനുമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രോസ് ഇന്റർഫിയറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്സിൻ കൊടുത്ത് 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്. ഇനി കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്ന വേറൊരു അസുഖമാണ് ചിക്കൻ പോക്സ്. ഈ ചിക്കൻ പോക്സിന്റെ വാക്സിൻ പല കമ്പനിയുടെ അവൈലബിൾ ആണ്. കോമൺ ആയിട്ട് കേരളത്തിൽ കാണുന്ന വാക്സിൻസ് ആണ് ഈ വാരിൽറിക്സ്, വാരിപെക്, വാരിവാക്സ്, ബയോവാക് വി എന്ന് പറയുന്നത്. ചിക്കൻ പോക്സ് കുട്ടികളിൽ വലിയ കുഴപ്പമുണ്ടാക്കുന്ന ഒരു അസുഖം അല്ലെങ്കിൽ എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കാം. ചിക്കൻ പോക്സിന്റെ കുട്ടികൾക്ക് വരുന്നതിനേക്കാളും അവർക്ക് അഡൾട്ട് ആയിട്ട് വരുമ്പോൾ കോംപ്ലിക്കേഷൻസോടുകൂടെ ചിക്കൻ പോക്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചിക്കൻ പോക്സ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസും ഒരുപാട് ആളുകളെ ബാധിക്കുന്ന ഒരു ഡിസീസും ആയതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിന് വാക്സിനേഷൻ കൊടുക്കുന്നത്. നോർമലി ഇത് 2 ഡോസ് ആണ് ഇപ്പൊ റെക്കമെൻഡഡ്. 1 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ചിക്കൻ പോക്സ് വാക്സിൻ കൊടുക്കാം. 1 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ 2 ഡോസ് ആയിട്ട് 3 മാസത്തെ ഗ്യാപ്പിലാണ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് 1 വയസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡോസ് കൊടുത്താൽ MMRന്റെ കൂടെ 4.5 വയസ്സിലാണ് 2ാമത്തെ ഡോസ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൊടുത്തപ്പോൾ കണ്ടുവന്നത് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് ഈ 4.5 വയസ്സാവുന്നതിന്റെ ഇടയ്ക്ക് പല കുട്ടികളിലും ചെറിയ തോതിൽ ചിക്കൻ പോക്സ് വരുന്നതായിട്ട് കണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഡോസ് കൊടുത്ത് 3 മാസം തൊട്ട് എപ്പോൾ വേണമെങ്കിലും 2ാമത്തെ ഡോസ് കൊടുക്കാമെന്നുള്ളതാണ്. എത്ര ഷോർട്ട് ഡ്യൂറേഷനിൽ കൊടുക്കുന്നോ അത്രയും അതിന്റെ ഇമ്മ്യൂണിറ്റി കൂടും. 1 ഡോസ് കഴിയുമ്പോൾ തന്നെ ചിക്കൻ പോക്സ് വാക്സിൻ ഏകദേശം ഒരു 90 to 95% പ്രൊട്ടക്റ്റീവ് റേറ്റ് ഉണ്ട്. 2 ഡോസും എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100% ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ് ഈ വാക്സിന് കിട്ടുന്നത്. 13 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് ചിക്കൻ പോക്സ് വാക്സിൻ കൊടുക്കുന്നതെങ്കിൽ 2 ഡോസാണ് 1 മാസമോ 2 മാസമോ ഗ്യാപ്പിൽ വേണം കൊടുക്കാൻ. പിന്നെ ഏതെങ്കിലും ഒരു കുട്ടി, അതായത് നമുക്കൊരു 6 വർഷം മുമ്പ് വരെ ചിക്കൻ പോക്സ് ഒരു സിംഗിൾ ഡോസ് ആയിട്ടാണ് നമ്മുടെ ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള കുട്ടികൾ ഇപ്പൊ 18 വയസ്സാവുന്നതിന് മുമ്പേ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര വർഷം കഴിഞ്ഞായാലും 2ാമത്തെ ഡോസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ സെയിം ചൈൽഡ്ഹുഡ് ഇമ്മ്യൂണൈസേഷൻ എടുത്തതിന്റെ അതേ സെയിം എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ സെക്കൻഡ് ഡോസ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. മിസ്സായി പോയാലും അവർക്ക് 18 വയസ്സ് വരെ എപ്പോൾ വേണമെങ്കിലും ചിക്കൻ പോക്സിന്റെ സെക്കൻഡ് ഡോസ് എടുക്കാം. ചിക്കൻ പോക്സ് വാക്സിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസും കൂടെ ഉണ്ട്. അതായത് ചിക്കൻ പോക്സ് ഉള്ള ഒരാളുമായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ 5 ദിവസം വരെ നമുക്ക് ഈ ചിക്കൻ പോക്സ് വാക്സിൻ എടുക്കാം. അതായത് ആ കോണ്ടാക്റ്റിൽ വന്ന ആൾക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ കാണിക്കാതെ ആ കോണ്ടാക്ട് വന്നത് തൊട്ട് 5 ദിവസം വരെ നമുക്ക് ചിക്കൻ പോക്സ് വാക്സിൻ റെക്കമെൻഡ് ചെയ്യാം. ആദ്യത്തെ 3 ദിവസത്തിനകം 72 മണിക്കൂറിനകം ആണെങ്കിൽ 90% അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് ഈ വാക്സിനേഷനുണ്ട്. നമ്മൾ ഈ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒന്നൊക്കെ ആ രോഗിയെ പരിചരിക്കുന്ന ആള്, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വന്ന ആള്, അല്ലെങ്കിൽ ഒരു ചിക്കൻ പോക്സ് ഉള്ള രോഗിയുമായിട്ട് 1 മണിക്കൂറിൽ കൂടുതൽ ഒരു മുറിയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ഈ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് അവർക്ക് പറയാം. പിന്നെയുള്ള ഒരു വാക്സിനാണ് MMRV.
നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ കൊടുക്കുന്ന MR പകരം പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ 9 മാസത്തിലും 15 മാസത്തിലും 4.5 വയസ്സിലും കൊടുക്കുന്നത് MMR വാക്സിൻ ആണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന മീസിൽസ് റുബെല്ല വാക്സിനോടൊപ്പം തന്നെ മംസ് എന്ന് പറയുന്ന മുണ്ടിനീരിന്റെ ഇമ്മ്യൂണിറ്റിക്കും കൂടെയുള്ള വാക്സിനാണ് MMR. വേറൊരു കോമ്പിനേഷൻ വാക്സിൻ എന്ന് പറയുന്നത് ഈ MMRന്റെ കൂടെ ചിക്കൻ പോക്സിന്റെയും കൂടെ ഒരുമിച്ചുള്ള വാക്സിനാണ് MMRV പ്രയോറിക്സ് ടെട്ര. കോവിഡ് തുടങ്ങിയ സമയം തൊട്ട് ഇതിന്റെ അവൈലബിലിറ്റി കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതുവരെ നമ്മൾ ഇത് കോമൺ ആയിട്ട് കൊടുത്തോണ്ടിരുന്ന ഒരു വാക്സിനാണ്. 15 മാസത്തിലെ MMRന് കൂടെ ഒന്നിട്ട് ചിക്കൻ പോക്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുത്തിവെക്കാം, അല്ലെങ്കിൽ MMRV ഒറ്റ ഡോസ് ആയിട്ട് കൊടുക്കാം 15 മാസത്തിലും 4.5 വയസ്സിലും. 0.5 ml ഇത് സബ്ക്യൂട്ടേനിയസ് ആണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. ഈ വാക്സിന്റെ ഏക ഒരു ദൂഷ്യഫലം എന്ന് പറഞ്ഞാൽ MMR സ്റ്റാൻഡ് അലോൺ ആയിട്ട് ചിക്കൻ പോക്സുമായിട്ട് കുത്തുന്നതിനേക്കാളും ഇത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഹൈ ഫീവർ വരാറുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ്സ് വരാൻ സാധ്യതയുള്ള കുട്ടികളിൽ ഫിറ്റ്സ് വരുന്നതായിട്ടും കാണുന്നു. ഒരുമിച്ച് കൊടുക്കാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിനുള്ള ഒരു കുത്തിൽ തന്നെ ഈ 4 അസുഖത്തിനുള്ള മരുന്ന് കിട്ടുന്നു എന്നുള്ളത്. വേറെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേരളത്തിൽ കാണുന്ന, നമ്മുടെ കേരളം എൻഡമിക് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ ജലത്തിൽ കൂടെയും ഫുഡിൽ കൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം. ആ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എടുക്കുന്നുണ്ട്. മിക്ക പ്രൊഫഷണൽ കോളേജുകളിൽ ജോയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ പോകുമ്പോഴും ഇപ്പൊ കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ പറയാറുണ്ട്. അപ്പം ഇത് വളരെ അധികം ഇമ്മ്യൂണോജെനിസിറ്റി ഉള്ള ഒരു വാക്സിൻ ആണ്. 2 ഡോസ് ഹെപ്പറ്റൈറ്റിസ് എ എടുത്താൽ ഓൾമോസ്റ്റ് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ ആണ്. 45 ഇയേഴ്സ് വരെ ഇതിന്റെ എഫക്റ്റ് വെയിൻ ചെയ്യുന്നില്ല എന്ന് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. 2 ഡോസാണ് ഇത് സാധാരണ എടുക്കുന്നത് 1 വയസ്സിന് ശേഷം. 2 ബ്രാൻഡാണ് നമുക്ക് കിൽഡ് വാക്സിൻ അവൈലബിൾ ഉള്ളത്, എവാക്സിം എന്നും ഹാവ്രിക്സ് എന്നും പറയുന്നത്. ലൈവ് വാക്സിൻ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബയോവാക് എ ആണ്. ഒരു 2 വർഷം മുമ്പ് വരെ ഈ ലൈവ് വാക്സിൻ ഒരൊറ്റ ഡോസ് എടുത്താൽ മതിയായിരുന്നു, സബ്ക്യൂട്ടേനിയസ് ആയിട്ട് 1 മില്ലി. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് 2 ഡോസ് തന്നെയാണ് മറ്റേ വാക്സിനെ പോലെ. 6 മാസത്തിന് ശേഷം 18 മാസം തികയുന്നതിന് മുമ്പേ 2ാമത്തെ ഡോസ് വാക്സിൻ എടുക്കണം. ഇനി അഥവാ 1 ഡോസ് ഹെപ്പറ്റൈറ്റിസ് എ എടുത്തിട്ട് മറന്നുപോയി എന്ന് വെച്ചാലും ഏത് കാലയളവിൽ 2ാമത്തെ ഡോസ് എടുത്താലും ഒരു 85 to 90% കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആ വാക്സിനേഷൻ ഉണ്ട്. അതുകൊണ്ട് 1 ഡോസ് കൊടുത്ത് മിസ്സായവർക്ക് നമുക്ക് 2ാമത്തെ ഡോസ് എപ്പോൾ വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് ഉണ്ട്. അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ഒരു രോഗിയെ പരിചരിച്ച ആളോ അതേ വീട്ടിൽ ക്ലോസ് കോണ്ടാക്റ്റിൽ കഴിഞ്ഞ ഒരാളോ ആണെങ്കിൽ ആ രോഗിക്ക് അസുഖം വന്ന് 10 ദിവസം ആകുന്നതിന് മുമ്പേ ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒരു സിംഗിൾ ഡോസ് എടുത്താൽ 60 to 70% ആ അസുഖം കിട്ടാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ റേറ്റ് ഉണ്ട്. ഈ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബിയോട് ചേർന്ന് കൂടിയുള്ള ഒരു കമ്പൈൻഡ് വാക്സിനേഷനും ഉണ്ട്. ട്വിൻറിക്സ് എന്നാണ് അതിന്റെ പേര്. അത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കുന്നത് പോലെ തന്നെ അഡൾട്ട്സിന് 016 എന്നുള്ള ഡോസിൽ കൊടുക്കാം. അതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ 3 ഡോസ് ആയിട്ട് കൊടുത്താലേ, കമ്പൈൻഡ് വാക്സിൻ ആയതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് എയുടെ ആക്ഷൻ ഇവിടെ കുറച്ച് കുറവായതുകൊണ്ട് 2ന് പകരം 3 ഡോസ് കൊടുക്കണം. ഇനി അടുത്തുള്ള ഒരു അസുഖം കുട്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ് വാക്സിൻ. പിന്നെ ടൈഫോയിഡ് അത്ര പേടിപ്പെടുത്തേണ്ടാത്ത അസുഖം അല്ലാത്തത് കൊണ്ട് എന്തിനാണ് ടൈഫോയിഡ് വാക്സിൻ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എന്തുകൊണ്ട് നമ്മൾ ടൈഫോയിഡ് വാക്സിൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ പറയുന്ന മാതിരി വെള്ളത്തിൽ കൂടെയും ഫുഡിൽ കൂടെയും പടരുന്ന ഒരു അസുഖമാണ്. ആന്റിബയോട്ടിക്സ് ഇതിന് എഗെയിൻസ്റ്റ് ഉണ്ട്. ട്രീറ്റബിൾ അസുഖമാണെങ്കിൽ പോലും ഇപ്പോൾ കണ്ടുവരുന്നത് ആ ആന്റിബയോട്ടിക്സിന് ഈ അസുഖത്തിനെ ചെറുക്കാനുള്ള ശേഷി കുറഞ്ഞു വരിക, അതായത് റെസിസ്റ്റന്റ് ആയിട്ട് വരികയാണ് ഇത് ആന്റിബയോട്ടിക്സിന്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വാക്സിൻ എടുത്താൽ ഈ അസുഖം വരുന്നതിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും. ഒരു സിംഗിൾ ഡോസ് ആണ് ഇപ്പൊ പറയുന്നത് ടൈഫോയിഡ് വാക്സിൻ. നേരത്തെ നമുക്ക് പണ്ട് കിട്ടിയിരുന്ന വാക്സിൻ പോളിസാക്കറൈഡ് വാക്സിൻ ആയിരുന്നു. അപ്പൊ ആ വാക്സിൻ നമ്മൾ 2 വയസ്സിന് ശേഷം ഒരു ഡോസ് കൊടുത്താൽ എല്ലാ 3 വർഷവും അത് റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. പുതിയ വന്നിരിക്കുന്ന വാക്സിൻ ഈ പോളിസാക്കറൈഡ് കോൺജുഗേറ്റ് വാക്സിൻ ആണ്. ആ വാക്സിൻ നമ്മൾ ഒരൊറ്റ ഡോസ് 9 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് 0.5 ml IM ആയിട്ടാണ് കൊടുക്കുന്നത്. അത് നമുക്ക് 9ാം മാസത്തിലെ MMRനോടൊപ്പം തന്നെ കൊടുക്കാം. പക്ഷെ 1 മാസം ഗ്യാപ്പ് വെക്കണം. ഒരേ ദിവസം നമ്മൾ MMRും ടൈഫോയിഡ് വാക്സിനും കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ 9 മാസം പൂർത്തിയായിട്ട് നിങ്ങൾ MMR കൊടുക്കുകയാണെങ്കിൽ 10 മാസം പൂർത്തിയായിട്ടാണ് ടൈഫോയിഡ് വാക്സിൻ കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ കോമൺലി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ 1 വയസ്സിലാണ് നമ്മൾ ടൈഫോയിഡ് വാക്സിൻ പറയുന്നത്. പിന്നെ ഈ ടൈഫോയിഡ് വാക്സിന്റെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഇപ്പൊ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിലെ ടൈഫോയിഡ് ഇല്ലാതാക്കണമെങ്കിൽ അവിടുത്തെ വെള്ളവും സാനിറ്റേഷനും 100% ക്ലിയർ ചെയ്യണം.
അപ്പൊ അത് ഗവൺമെന്റിന് വലിയൊരു ബാധ്യതയാണ് ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നത്. അപ്പം വാക്സിനേഷൻ ഇസ് മച്ച് ചീപ്പർ. നമ്മൾ ഈ 2000-1800 രൂപയുടെ ഒരു വാക്സിൻ ഒരു സിംഗിൾ ഡോസ് ആളുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മാതിരി ഹേർഡ് പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് കുറച്ച് പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ ഈ അസുഖം ഇല്ലാതാക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ അഡോളസെന്റ് ഏജിൽ കൊടുക്കുന്ന വേറൊരു വാക്സിനാണ് HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഇത് സെർവൈക്കൽ ക്യാൻസറിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ്. 2 തരം വാക്സിൻ ഉണ്ട്. 4 വാലന്റ് ഗാർഡാസിൽ എന്ന് പറയുന്നതും ബൈവാലന്റ് സെർവാറിക്സും. രണ്ടിന്റെയും പ്രതിരോധ ശേഷി കൊടുക്കുന്നതിനുള്ള പവർ ഒരേപോലെയാണ്. 10 വയസ്സിനും 12 വയസ്സും തൊട്ടുള്ള പെൺകുട്ടികൾക്ക് 45 വയസ്സ് വരെ ഈ വാക്സിൻ കൊടുക്കാം. ഈ വാക്സിന്റെ ഏറ്റവും അധികം ഇഫക്റ്റ് വരുന്നത് ഫസ്റ്റ് സെക്ഷൽ കോൺടാക്റ്റിന് മുമ്പേ എടുത്തിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ 9 ഇയേഴ്സിന് മുകളിൽ തൊട്ട് ഈ വാക്സിൻസ് കൊടുക്കാമെന്ന് പറയുന്നത്. അത് ക്വാഡ്രിവലന്റ് ഗാർഡാസിൽ എന്ന് പറയുന്ന വാക്സിനാണ് എടുക്കുന്നതെങ്കിൽ 0 to 6 ആണ് ഷെഡ്യൂള്. നേരെ മറിച്ച് സെർവാറിക്സ് ആണെങ്കിൽ 016 ആണ് ഷെഡ്യൂള്. IM ആണ് 0.5 ml ആണ്. 2000 ചില്ലാൻ രൂപയാണ് ഒരു വാക്സിന്റെ വില. പക്ഷെ സെർവാറിക്സ് എന്ന് പറയുന്ന വാക്സിൻ 9 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികൾക്കാണ് എടുക്കുന്നതെങ്കിൽ 2 ഡോസ് മതി. ഇത് ആൺകുട്ടികൾക്കും വെളിരാജ്യങ്ങളിൽ റെക്കമെൻഡഡ് ആണ്. പക്ഷെ ഇന്ത്യയിൽ ആസ് ഓഫ് നൗ പെൺകുട്ടികളിൽ മാത്രമേ ഈ വാക്സിൻ റെക്കമെൻഡ് ചെയ്യൂ. പിന്നെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനാണ് ഫ്ലൂ വാക്സിൻ. ഈ ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ നമുക്കുണ്ടായിരുന്നത് ട്രൈവലന്റ് വാക്സിൻസ് ആണ്. ഈ വാക്സി ഗ്രിപ്പ് ഇൻഫ്ലൂവാക് എന്ന് പറയുന്ന വാക്സിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് ഇത് ടെട്രാവലന്റ് വാക്സിൻ വന്നു തുടങ്ങി. അതായത് ഫ്ലൂവിന് അഗേൻസ്റ്റ് ഉള്ള 4 സ്ട്രെയിനിന് കവർ ചെയ്യുന്ന വാക്സിൻസ് ആണ്. ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ GSKയുടെ ഫ്ലൂആറിക്സ് ടെട്രയും സെനോഫിയുടെ ഫ്ലൂ ക്വാഡ്രിയാണ്. ഈ വാക്സിൻ നമുക്ക് 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്കാണ് റെക്കമെൻഡഡ് അപ് ടു 5 ഇയേഴ്സ്. അതാണ് ഫ്ലൂ വരാനുള്ള മാക്സിമം ചാൻസ് ഉള്ള സമയം. 0.5 ml IM ആയിട്ടാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. ഈ വാക്സിൻ അതുപോലെ പ്രഗ്നന്റ് വിമൻ, പ്രായം ചെന്ന ആളുകൾ, ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻസ്, കിഡ്നി രോഗങ്ങളോ ഇമ്മ്യൂണിറ്റി കുറവുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ, പിന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഇവർക്കെല്ലാമാണ് ഈ വാക്സിൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ വാക്സിൻ ഒരു വർഷത്തിൽ 2 സ്ട്രെയിൻ ഇറക്കും. അതായത് ഫെബ്രുവരി മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും നോർത്തേൺ ഹെമിസ്ഫിയർ സ്ട്രെയിൻ, സദേൺ ഹെമിസ്ഫിയർ സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏതൊക്കെ ഫ്ലൂ വൈറസസുകളാണോ ഉള്ളത് അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വാക്സിന്റെ കാലയളവ് എന്ന് പറയുന്നത് 6 months to 1 year ഉള്ളൂ. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വാക്സിൻ എല്ലാ വർഷവും ഓരോ ഡോസ് എടുത്താലേ അതിനുള്ള ആ ഒരു വർഷത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി മാത്രമേ ആ വാക്സിൻ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എവ്രി ഇയർ ഇത് നമ്മൾ ആ വാക്സിൻ ഇറങ്ങുന്ന ഉടനെ എടുക്കുന്നതാണ് ഏറ്റവും ഇഫക്റ്റ്. അതായത് ആ കമ്പനി ഇറങ്ങുന്ന ഉടനെ നമ്മൾ ആ വാക്സിൻ എടുത്താൽ എവ്രി ഇയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ പ്രാവശ്യമാണ് ഈ ഫ്ലൂ വാക്സിൻ എടുക്കുന്നതെങ്കിൽ 6 മാസം തൊട്ട് 9 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 2 ഡോസാണ് എടുക്കേണ്ടത്. 1 മാസം ഗ്യാപ്പ് ഇട്ട് 2 ഡോസ്. 9 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ സിംഗിൾ ഡോസ് മതി. 9 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ 2 ഡോസ്, പിന്നെ വർഷാവർഷം ഓരോ ഡോസാണ് എടുക്കേണ്ടത്. അപ്പോ ഈ പറഞ്ഞതൊക്കെ വെച്ച് സമ്മറൈസ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓപ്ഷണൽ വാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിൻസ് ഇല്ല. എല്ലാ വാക്സിനും നമുക്ക് വേണ്ടത് തന്നെയാണ്. നമ്മൾ പല വാക്സിൻസും ഇപ്പൊ ഗവൺമെന്റിൽ ഏറ്റെടുക്കാത്ത ഇത് അതിന്റെ വിലയുടെ ആധിക്യം കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന പല വാക്സിൻസും 1, 2, 3 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ മിക്കവാറും വരും. അതുകൊണ്ട് ഒരു വാക്സിനും അനാവശ്യമായിട്ടുള്ള വാക്സിൻ അല്ല. അവർക്ക് പറയുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ എടുക്കാൻ ഇത് അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്കത് റെക്കമെൻഡ് ചെയ്യുകയും എടുക്കാൻ പറ്റുന്നത്തോളം ആളുകൾ ഇത് എടുക്കുകയാണെങ്കിൽ അത്രയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഹേർഡ് പ്രൊട്ടക്ഷൻ കിട്ടും. എടുക്കാത്തവരിലോട്ടും കൂടെ അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും. കോമ്പിനേഷൻ വാക്സിൻസ് നമുക്ക് എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം നമ്മൾ ഒരു അഫോർഡബിൾ പോപ്പുലേഷന് റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. താങ്ക് യു. വളരെ നന്ദി ഡോക്ടർ അഞ്ജു. വളരെ വിശദമായിട്ടും വളരെ നല്ല രീതിയിൽ നമ്മുടെ വാക്സിനുകളെ പറ്റി സംസാരിച്ചു. നമ്മുടെ സമയം അധികമായതുകൊണ്ട് വളരെ കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ട് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഒരു ചോദ്യം സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, MMR വാക്സിനും ഓട്ടിസവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത്. ബെന്നറ്റ് സാർ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്താൽ കൊള്ളാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത് ഇതേപോലെ പിന്നെ വാക്സിന്റെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് ബെന്നറ്റ് സാർ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്താൽ കൊള്ളാം.
ഇത് രണ്ട് ക്വസ്റ്റ്യനും ഞാൻ ശ്രദ്ധിച്ചു. അതായത് രണ്ടും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇതൊക്കെ ഇങ്ങനെ ഒരു പല ഈ വാക്സിൻ വിരുദ്ധ ലോബികൾ ഉണ്ടാക്കുന്ന ഒരു ന്യായങ്ങളാണ്. ഓട്ടിസവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. വേറൊരു പോയിന്റ് പറഞ്ഞ എന്താണ്? ഒന്ന് ഓട്ടിസവും, പിന്നെ എന്താ പറഞ്ഞ പ്രവീണെ? ഇൻഫെർട്ടിലിറ്റി ശരിക്കും MMR മാത്രമല്ല, ഈ ലോകത്തിൽ ഏത് വാക്സിനേഷൻ വന്നു കഴിഞ്ഞാലും ആദ്യം അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശരി സാർ, ഓക്കെ, താങ്ക് യു. പിന്നീട് നമുക്ക് ഈ സീഷർ വന്നിട്ടുള്ള കുട്ടികൾക്ക് പിന്നീട് പെൻഡാവാലന്റ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു സംശയം. ഡോക്ടർ സുനി. ഹലോ, കേൾക്കാം സാർ പറഞ്ഞത് കേട്ടു. അടുത്ത ഒരു ചോദ്യം വന്നത്, നമുക്ക് ഒരു ഡോസ് പെൻഡാവാലന്റ് എടുത്തതിന് ശേഷം ജന്നി വന്നിട്ടുള്ള കുട്ടികൾക്ക് പിന്നീട് എന്ത് വാക്സിൻ കൊടുക്കാൻ പറ്റും, അതോ കൊടുക്കാതിരിക്കണോ എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരിക്കൽ ജന്നി വന്നു കഴിഞ്ഞാല് ശരിക്കും അതിന്റെ ഈ രണ്ട് രീതിയിലാണ് ജന്നി വരാമെന്നുള്ളത്. ഒന്ന് ഫെബ്രൈൽ സീസറാണ്. ഫെബ്രൈൽ സീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഹിസ്റ്ററി ഉണ്ട്. എല്ലാ പനിക്ക് ജന്നി വരുന്ന ടൈപ്പായിട്ടുള്ള കുട്ടികളെയാണ് ഈ ഫെബ്രൈൽ സീസർ എന്ന് പറയുന്നത്. അതിന് അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് അതൊരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല. കാരണം അത് പനി വരുമ്പോൾ ജന്നി വരുന്നതാണ്. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈലാക്സിസ് മതി. അതായത് ഏത് പനി വന്നാലും, ചെറിയ പനി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ 2 മുതൽ 3 ദിവസം വരെ ഡൈസിപ്പാം ഗുളിക കൊടുക്കുക, പാരസെറ്റമോൾ 4 നേരം കൊടുക്കുക. അല്ലെങ്കിൽ ഡൈസിപ്പാമിന് വരെ ഇപ്പം നമ്മൾ സ്ഥിരം ചെയ്യുന്നവരാണ് ഫ്രീസിയോ എന്ന ഗുളിക കൊടുക്കുന്നത്. ഇതൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അതെന്തായാലും അത് ഈ ശിശുരോഗ വിദഗ്ധനെയോ അടുത്തുള്ള ഡോക്ടറെ കണ്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി കാണും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഇല്ല. അതായത് ജന്നി മുമ്പ് വന്നിട്ടുള്ള കുട്ടിയല്ല, ആദ്യമായിട്ട് വാക്സിനേഷൻ എടുത്തപ്പോൾ ആണ് ഈ ജന്നി വന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മാത്രമല്ല, അടുത്തൊരു വാക്സിനേഷൻ കൊടുക്കുമ്പോൾ ഇതിന്റെ വളരെ വ്യക്തമായ പഠനങ്ങൾ നടത്തിയിട്ട് വേണം തീരുമാനം എടുക്കാനായിട്ട്. ഇനി നമുക്ക് പിന്നെ ഒരു ചോയ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ എസെല്ലുലാർ പെർട്ടുസിസ് വാക്സിൻ, ഡോക്ടർ അഞ്ജു ഇപ്പം പറഞ്ഞ വാക്സിനേഷനാണ് എസെല്ലുലാർ പെർട്ടുസിസ് വാക്സിൻ. അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് ശ്രമിക്കാം. പക്ഷേ അതും ഒരു 100% ഉറപ്പുള്ളതല്ല ഈ ജന്നി വരൂല എന്ന്. അതുകൊണ്ട് ജന്നി വരുന്നത് എസെല്ലുലാർ ആയാലും ഹോൾസെല്ലിലായാലും ഒന്നുപോലെ ചാൻസസ് ഉണ്ട്. ഈ ചെറിയൊരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ SLR കുറയുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ആദ്യമായിട്ട് ജന്നി ഉണ്ടാകുമ്പോൾ വാക്സിനേഷൻ എടുത്താണെങ്കിൽ അത് ചെയ്യണം. 2, ഒരു ഹയർ സെന്ററിൽ, അതായത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലോ മിനിമം ഒരു തക്കാട് ആശുപത്രി പോലുള്ള ഒരു ആശുപത്രിയിൽ പോയി വാക്സിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ നന്ദി സാർ. ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം പലതും നമ്മൾ ഈ മീറ്റിംഗിനിടയ്ക്ക് തന്നെ ഉത്തരം നൽകിയ ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വളരെ നല്ല രീതിയിൽ നമ്മുടെ 3 ടോപ്പിക്കും ഡോക്ടർ അഞ്ജു ദീപക്, അതേപോലെ ബെന്നറ്റ് സാറും ഡോക്ടർ സുനിയും കൈകാര്യം ചെയ്തു. പിന്നീട് ഒരു സംശയങ്ങൾ അധികം ഉണ്ടാവാത്ത രീതിയിൽ ടോപ്പിക് കൈകാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് ഇനി അധികം ചോദ്യങ്ങളില്ല. നമുക്ക് പ്രോഗ്രാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ 3 പേർക്കും, നമ്മുടെ സ്പീക്കേഴ്സ് ആയിട്ട് വന്ന 3 പേർക്കും IAPയുടെ പേരിലും NHMന്റെ പേരിലും അതേപോലെ നമ്മുടെ DM ഓഫീസിന്റെ പേരിലും നന്ദി പറയുന്നു. നമ്മുടെ ആശ കോർഡിനേറ്റർ മിസ്റ്റർ ജോയിയെ ഒന്ന് സംസാരിക്കാനായിട്ട് ക്ഷണിക്കാം. ജോയി ഉണ്ടോ? താങ്ക് യു പ്രവീണ. ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും വളരെ നന്ദിയുണ്ട്. ഓക്കെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഡിസ്ട്രിക്ട് ആശാ കോർഡിനേറ്റർ ശ്രീ ജോയ്? ഹലോ, ഹലോ, കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. ഇവിടെ അൺമ്യൂട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പം ആശാ കോർഡിനേറ്റർ ആയിട്ട് ഇപ്പം ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. അപ്പം ഇതിൽ ആശമാരുടെ 1-2 മീറ്റിങ്ങുകൾ കഴിഞ്ഞു. പക്ഷെ ഇത്തരത്തിലൊരു കവചം എന്ന പേരിൽ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നടന്നത്. അതൊരു എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും നേരം ഇത്ര വിശദമായിട്ട് ഇതിനെക്കുറിച്ച് എല്ലാ ആശമാരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ആശാ ലീഡേഴ്സ് ആണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ബാക്കിയുള്ള യൂട്യൂബിലായിരുന്നു കയറിയിരുന്നത്.
പക്ഷെ എല്ലാവരിലും എത്തിക്കാനായിട്ട് സാധിച്ചു എന്നാണ് കരുതുന്നത്. കാരണം പലരും ഇത് കഴിയുമ്പോൾ വിളിച്ച് ഗ്രൂപ്പിൽ ഡൗട്ടുകളൊക്കെ ഇടാറുണ്ട്. അപ്പം ഇതിനു മുമ്പ് ഇങ്ങനെ അതിന് മുമ്പത്തെ നമ്മുടെ കോർഡിനേറ്റർ നമ്മുടെ ക്ലാഡിയ ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പം തിങ്കളാഴ്ച ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്ന് ക്ലാഡിയ പറഞ്ഞിട്ട് പോയെങ്കിൽ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. പ്രവീൺ സാർ ഇതിനെ വിളിച്ച് ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പം വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ നടത്തിയത്. ഏകദേശം 500 പേർക്ക് ഇതിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. 304 പേരെ ഞാൻ കണ്ടു ഇതിനകത്ത്. അപ്പൊ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇത്തരം ട്രെയിനിങ്ങുകൾ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വലിയ ബൂസ്റ്റപ്പ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആശുമാർ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇടയ്ക്ക് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അതിനെക്കുറിച്ച് ഓർക്കുന്നു. ഇപ്പം പലരും പറയാറുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് സ്റ്റാഫ് കളക്ഷനും അതുപോലെ തന്നെ വാക്സിനേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലും ഇങ്ങനെയുള്ള ഒരു ക്ലാസ് ട്രെയിനിങ് ഇത്ര വിദഗ്ധരായിട്ടുള്ള ആളുകളെ വെച്ചിട്ട് നടത്തിയതിന് ഇതിന്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് പ്രവീൺ സാറിനും അതിനോടനുബന്ധിച്ചുള്ള DMO ഇതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ഒത്തിരി ആശംസകളുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എല്ലാ തിങ്കളാഴ്ചയും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സംഘാടകർക്കെല്ലാം എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു ജോർജ്. അപ്പൊ ഇത് എല്ലാ തിങ്കളാഴ്ചയും 3 മണി എന്നുള്ളത് ഒരു സ്ഥിരമാണ്. അതെ. അപ്പൊ അങ്ങനെ സമയവും തീയതിയും വ്യത്യാസം വരത്തില്ല. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് ഒരു ട്രെയിനിങ് ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങൾ കൊടുത്തിരുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. തീർച്ചയായും സാർ. ഓക്കെ, ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. താങ്ക് യു. ഓക്കെ സാർ.